Good evening. Good evening, ma'am. ഇന്ന് ഫുൾ ക്ലാസ് ആയിരുന്നല്ലേ നിങ്ങൾക്ക്? ഇന്നത്തെ ഫുൾ ഡേ മുഴുവനും അതുകൊണ്ട് മടുപ്പായി പോയോ? ഇല്ല മാം. ഓക്കെ, ഉച്ചയ്ക്ക് വീഡിയോ ഓഡിയോ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പ്രെയർ ഒക്കെ നടന്നോന്ന് പോലും ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. കാരണം മാക്സിമം ഞാൻ എല്ലാ മെറ്റീരിയൽസും നല്ലതുപോലെ കാണിക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയത്. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് പെട്ടെന്ന് തീരില്ല എന്നത്. എന്തായാലും എനിവേ മാത്തമാറ്റിക്കൽ ഏരിയയിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇനി അതിൽ ബാക്കിയുള്ളത് കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ്, ജോമെട്രിക്കൽ സോളിഡ്സ്, അത് പിന്നെ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി മാത്തമാറ്റിക്കൽ ഏരിയയിലുള്ളത്. സെൻസോറിയൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ ഒക്കെ നമുക്ക് പെട്ടെന്ന് മൂവ് ആവും. മാത്തമാറ്റിക്കൽ ഏരിയയിലാണ് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത്, കാൽക്കുലേഷൻസും കുറെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ഏരിയ കവർ ചെയ്തത്. അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രെയർ ഉണ്ടെങ്കിൽ പ്രെയർ ചെയ്യൂ, ഇല്ലെങ്കിൽ നമുക്ക് സൈലന്റ് പ്രെയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എനിവൺ? പ്രെയർ ചെല്ലാമോ? യെസ് പ്ലീസ്. പ്രാർത്ഥന തൻ പാതയിൽ പൂവുകളായി വിരിയണം, പൂവിരിഞ്ഞ വീതികൾ പുണ്യവീതികളാവണം. പുണ്യവഴികളിലൂടെ നാം യാത്രയെന്നും ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണിന്ധനം, ഈശ്വരനാണിൻ ഫലം, ഈശ്വരനാണിന്ധനം, ഈശ്വരനാണിൻ ഫലം. Okay, very nice. മോഡ്യൂൾ 3 വായിച്ചു നോക്കാൻ സമയം കിട്ടിയിരുന്നോ? കുറച്ചെങ്കിലൊക്കെ വായിച്ചോ? അശ്വതി മിസ് കുറച്ച് 3-4 പേജൊക്കെ വായിച്ചു. അതിനുശേഷം ടൈം കിട്ടിയില്ല. എന്താ അത്രയും വായിച്ചിട്ട് എന്താ മനസ്സിലായത് മാം? അതില് 5 ഏരിയ ഉണ്ട്. അതില് പ്രാക്ടിക്കൽ ബേസിൽ ഉള്ള ഏരിയനെ തന്നെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻട്രഡക്ടറി ഏരിയ, രണ്ടാമത്തത് എൻവിയോൺമെന്റൽ ബേസ്, അതായത് ഫോൾഡിങ് അങ്ങനെയുള്ള ഒരു ഏരിയ. പിന്നെ മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല, മറന്നുപോയി. ഓക്കെ, അതിൽ കെയർ ഓഫ് പേഴ്സൺ, കെയർ ഓഫ് എൻവിയോൺമെന്റ്, ഇപ്പൊ മൃദുല പറഞ്ഞ പോലെ തന്നെ. പിന്നെ കട്ട്സി ആൻഡ് ഗ്രേസ് ആൻഡ് കട്ട്സി, നമുക്ക് ആ ഒരു കുട്ടികൾക്ക് ആ ഒരു ബോധം ഉണ്ടാകുന്ന, ഒരു റെസ്പെക്ട് ചെയ്യണം, എല്ലാത്തിനെയും റെസ്പെക്ട് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു പ്രാക്ടിക്കൽ പിന്നെ സെൽഫ് കെയർ ഓഫ് പേഴ്സൺ എന്ന് കരുതിയിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. കുട്ടികൾക്ക് അവരുടെ ആ ഒരു ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോ നമ്മളുടെ പണ്ടത്തെ കാലഘട്ടം പോലെയല്ല ഇപ്പോഴേ. കാരണം ഡിജിറ്റൽ വേൾഡ് അത്രത്തോളം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞു. കുട്ടികൾക്ക് അറിയാത്ത കാര്യങ്ങളില്ല, അവരുടെ ഫിംഗർ ടിപ്സിലാണ് പലതും. അവര് നമ്മളുടെ പ്രസൻസിൽ പോലും അവർ ഏതിലേക്ക് കൂടെ കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. അതുപോലെ അവർ ഡിജിറ്റൽ വേൾഡിന്റെ ആ ഒരു നെറ്റ്വർക്കിൽ ഇങ്ങനെ പെട്ടിരിക്കുക. അപ്പൊ കുട്ടികളെ അതിൽ നിന്നും ആ ഒരു അഡിക്ഷൻ, ആ ഒരു ഡ്രഗ്സ്, ആൽക്കഹോൾ, അങ്ങനെയൊക്കെ അഡിക്ഷൻ പറയുന്ന പോലെ സ്ക്രീൻ അഡിക്ഷൻ ആണ് ഇപ്പൊ കൂടുതൽ. അതിൽ നിന്നും കുട്ടികളെ മാറ്റണമെങ്കിൽ അവർക്ക് ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക. അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ലൈഫ് സ്കിൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന കാര്യം. ഈ ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ബേസ് തന്നെയാണ് അല്ലെ. നമ്മൾ കുട്ടിക്ക് വേണ്ടുന്ന ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുന്നു, അവർ ഇൻഡിപെൻഡന്റ് ആക്കും, ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ആ ഒരു എൻവിയോൺമെന്റ്, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവിയോൺമെന്റ് എന്ന് പറയുന്നതിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മോഡ്യൂൾ 3 നോക്കിക്കഴിഞ്ഞാൽ അതില് 5 പാർട്സ് ഉണ്ട്. ഈ 5 പാർട്സും 5 ഏരിയ ആണ്. ഈ 5 ഏരിയയിലെ ഫസ്റ്റ് വൺ ആണ് ഇപ്പൊ മൃദുല പറഞ്ഞ ആ ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ കുട്ടികൾ പല ലൈഫ് സ്കിൽസ് ആണ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യുക, പൾസസ് റെൽസ് ഒക്കെ കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുക, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും. അവർ മോപ്പ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക,
നാപ്കിൻസ് ഫോൾഡ് ചെയ്യുക, റോൾ ചെയ്യുക, മാറ്റ് റോൾ ചെയ്ത് വെക്കുക, അങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ലെമണേഡ് ഉണ്ടാക്കുക, ജ്യൂസ്, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, പിന്നെ മൈക്രോവേവ് ഓവനിൽ കുക്കീസ് ഉണ്ടാക്കുക, പിന്നെ ഡൗ മിക്സ് ചെയ്യുന്നത്. യൂറോപ്യൻ കൺട്രീസിൽ ഇതിനനുസരിച്ചാണ് ആ മെത്തേഡിൽ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിലെ പല കാര്യങ്ങളും പറയുന്നത്. നമ്മളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് കുഴക്കണതും, ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ എല്ലാ അമ്മമാരും ചെറിയൊരു ഉണ്ട കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുക്കും. അവരിങ്ങനെ അത് പിച്ച് അത് കളയാനാണ് പറ്റുള്ളൂ. പക്ഷെ എന്നാലും അവരുടെ ചെറിയ ഉണ്ടൊന്നും പോരാ മാമ, എപ്പോഴും കൊടുത്തോണ്ടേ ഇരിക്കണം. ഇന്ന് തന്നെ ചപ്പാത്തിയുടെ പാതി മാവ് അങ്ങോട്ട് പോയി. ഓക്കെ, അവർ ചിലപ്പോൾ പല ഷേപ്സ് ഉണ്ടാക്കുമായിരിക്കും. പിന്നെ വിരലിന് നല്ലൊരു ഫൈൻ മോട്ടോർ സ്കിൽസ് കൂടാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എനിവേ അതൊക്കെ എല്ലാ അമ്മമാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെ. ഇവൻ ഞാൻ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ അമ്മ ചെറുത് തരുന്നതും അതിൽ പല ഷേപ്സ് ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുട്ടികൾക്കും അത് പ്രൊവൈഡ് ചെയ്യുക, ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നതിൽ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ലാംഗ്വേജ് ഏരിയയുടെ കാര്യം അശ്വതി മിസ് കുറെ പറഞ്ഞു തന്നിട്ടില്ലേ? ലാംഗ്വേജിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ലാംഗ്വേജ് ഏരിയ. ഓക്കെ, നമുക്ക് ഈ 5 ഏരിയ ഉണ്ടെങ്കിലും ചിലപ്പോൾ ചില മെറ്റീരിയൽസ് ഓരോ ഏരിയയിലും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതൊരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്നും ചിലപ്പോ വേറൊരു ഏരിയയിലെ ഏതെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലാസ് എടുത്തപ്പോ കളർ ടാബ്ലറ്റ്സ് കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. ആ പോർഷൻ എടുത്തിരുന്നോ? മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ മുന്നിൽ കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞില്ല? ഇല്ല. കളർ ടാബ്ലറ്റ് പറഞ്ഞു മാം, പക്ഷേ ഈ ഫസ്റ്റ് പീരീഡ് സെക്കൻഡ് പീരീഡ് ഇങ്ങനെ പ്രസന്റേഷന്റെ മാം ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കാണിച്ചു. അതല്ല ചോദിച്ചു, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിറ്റ് 7 നിങ്ങൾക്ക് എടുത്തു തുടങ്ങിയോ? ഇല്ല? ഓക്കെ, കുഴപ്പമില്ല. അതിലൊരു അത് ഈ തിയറി എടുക്കുമ്പോൾ അത് വരും. എന്നാലും ഞാനതൊന്ന് പറയാം. ഒരു ടീച്ചർ ആദ്യമായിട്ട് ഒരു കുട്ടിക്ക് കളർ ടാബ്ലറ്റ്സ് അറിയാലോ? കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രൈമറി കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, സെക്കൻഡറി കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, ടേർഷറി കളർ ടാബ്ലറ്റ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ അതിലെ 3 ടൈപ്പാണ് കളർ ടാബ്ലറ്റ്സ് വരുന്നത്. ഇതിലെ പ്രൈമറിയില് 3 കളേഴ്സ് ആണ് വരുന്നത്. കുട്ടിക്ക് ടീച്ചർ കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് കുട്ടിയുടെ മുന്നിലേക്ക് റെഡ് കളർ ടാബ്ലറ്റ് വെച്ചിട്ട് ദിസ് ഈസ് റെഡ് എന്ന് പറയും. കുട്ടി ശ്രദ്ധിക്കും, കളറും ശ്രദ്ധിക്കും, ടീച്ചർ പറയുന്ന സ്റ്റേറ്റ്മെന്റും അവന്റെ മനസ്സിലുണ്ടാവും. ദിസ് ഈസ് റെഡ്. പെട്ടെന്ന് തന്നെ ആ റെഡ് മാറ്റിയിട്ട് ബ്ലൂ വയ്ക്കും. ദിസ് ഈസ് ബ്ലൂ എന്ന് പറഞ്ഞു കൊടുക്കും ഫസ്റ്റ് പീരീഡിൽ. കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കളർ ടാബ്ലറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. രണ്ടും മാറ്റിയിട്ട് പിന്നത്തെ പീരീഡിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2 ടാബ്ലറ്റും വയ്ക്കും. ഒരു ടാബ്ലറ്റ് വയ്ക്കും. ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ 2 ടാബ്ലറ്റും വെച്ചിട്ട് വിച്ച് ഈസ് റെഡ് അങ്ങനെ ചോദിക്കും. കുട്ടി ദിസ് ഈസ് റെഡ് എന്ന് ടീച്ചർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും റെഡ് കളറും മനസ്സിൽ കറക്റ്റ് ആയിട്ട് അവന് പോയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് റെഡ് എന്ന് അവൻ റെഡ് തന്നെ ടച്ച് ചെയ്ത് കാണിക്കും. ഈ ബ്ലൂ ആണ് ടച്ച് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ, ദിസ് ഈസ് റെഡ് എന്ന് പറഞ്ഞ് ബ്ലൂ ആണ് ടച്ച് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ അവന് കളർ കൺസെപ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ വീണ്ടും ഫസ്റ്റ് പീരീഡിലേക്ക് പോകും. വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചിട്ട് ദിസ് ഈസ് റെഡ് എന്ന് വീണ്ടും പറയും. അപ്പൊ ഇതിങ്ങനെ 3 പീരീഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ലാസ്റ്റ് തേർഡ് പീരീഡിൽ വരുമ്പോ 2 വെച്ചിട്ട് വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കും. അപ്പൊ ദിസ് ഇസ് റെഡ് എന്ന് പറയും. ദിസ് ഇസ് ബ്ലൂ എന്ന് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു സീരീസ്, ആ ഒരു ടാബ്ലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും കളർ മനസ്സിലാക്കുന്നതും കഴിഞ്ഞു. പക്ഷേ അതിന്റെ ഒപ്പം അവന് കിട്ടിയതാണ് ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്. അവൻ സെന്റൻസ് പറയാൻ തുടങ്ങും. ദിസ് ഈസ് റെഡ്, ദിസ് ഈസ് ബ്ലൂ, വട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുമ്പോൾ ദിസ് ഈസ് എന്ന് ചേർത്ത് പറയാനായിട്ട്. ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ അതിന്റെ ആക്ടിവിറ്റി, അവിടെ കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യലായിരുന്നെങ്കിലും കുട്ടിക്ക് കിട്ടിയ ബോണസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആയിരുന്നു. കളറും മനസ്സിലായി, ലാംഗ്വേജ് മനസ്സിലായി. അപ്പൊ ആ കളർ കൺസെപ്റ്റും കിട്ടി, ലാംഗ്വേജിന്റെ കൺസെപ്റ്റും കിട്ടി. അപ്പൊ അതുകൊണ്ട് ഒരു ഏരിയയിലെ മെറ്റീരിയലിന്റെ പലപ്പോഴും, അത് എല്ലാ ഏരിയയിലെ മെറ്റീരിയലുകളിലും ബോണസ് ആയിട്ട് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങളാണ്
ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് വരുന്നുണ്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ. അത് പക്ഷെ സെൻസോറിയൽ ഏരിയയിൽ വരുന്ന മെറ്റീരിയലും കൂടിയാണ്. മനസ്സിലായോ? ഒരു ഏരിയയിലെ മെറ്റീരിയൽ അവിടെ തന്നെ എന്നല്ല, കാരണം അവിടെ സെൻസസ് വെച്ചിട്ടാണ് ആ ലെറ്ററിന്റെ ഇമേജ് കുട്ടിയുടെ മൈൻഡിലേക്ക് സ്റ്റോർ ആകുന്നത്. ടച്ച് ചെയ്യുമ്പോൾ ആ സാൻഡ് പേപ്പറിലെ റഫ്നെസ് അത് അവനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അവന്റെ ഫിംഗർ ടിപ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇമേജ് ആയിട്ട് ബ്രെയിനിൽ വരും. ആ ഇമേജ് പിന്നെ റിട്രീവ് ചെയ്തിട്ടാണ് കുട്ടി എഴുതാൻ തുടങ്ങുന്നത്. അതാണ് ശരിക്കും അത് ലാംഗ്വേജിലെ മെറ്റീരിയലുമാണ്, സെൻസോറിയലിലെ മെറ്റീരിയലുമാണ്. അതുകൊണ്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ചില മെറ്റീരിയൽ ഈ ഏരിയയിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ അത് ലാംഗ്വേജ് മെറ്റീരിയലുമാണ്, സെൻസോറിയൽ അപ്പാരറ്റസും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മൂവബിൾ ലെറ്റേഴ്സ് ആണ്, മൂവബിൾ ആൽഫബറ്റ്സ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാംഗ്വേജ് ഏരിയയിലുള്ളത്. എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോവാം ആ ലെറ്റേഴ്സ്. നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ ഫിക്സ്ഡ് ആണല്ലേ. ആ ബുക്കായിട്ട് നമുക്ക് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ആ ഓരോ ലെറ്റർ ആയിട്ടോ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ അത് ബോർഡിൽ എഴുതി, അത് നമുക്ക് മാറ്റണമെങ്കിൽ അത് മാച്ച് കളയണം. ബുക്കിൽ എഴുതിയത് മാറ്റണമെങ്കിൽ വെട്ടിക്കളയണം, അല്ലെങ്കിൽ മാച്ച് കളയണം റബ്ബർ വെച്ചിട്ട്, പെൻസിൽ കൊണ്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ. പക്ഷെ ഇവിടെ കുട്ടിക്ക് കറക്ഷൻ എളുപ്പമാണ്, മൂവബിൾ ആയതുകൊണ്ട്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ബോയ് എന്നവൻ ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്ത് ബോയ്ന്ന് ചെയ്യുവാണ്. ഫൊണറ്റിക്സ് പഠിപ്പിച്ചിട്ടുണ്ടാവണം കുട്ടികളെ. അപ്പൊ ആ ഫൊണറ്റിക് സൗണ്ട് വെച്ചിട്ട് ഏതൊക്കെ ലെറ്റർ അതിന് വരുന്ന മനസ്സിലാക്കി ആ വേർഡ് ക്രിയേറ്റ് ചെയ്യുക. അവൻ BOYക്ക് പകരം BUY ആണ് വെച്ചിരിക്കുന്നത് വിചാരിച്ചു. അപ്പം അവിടെ മിസ്റ്റേക്ക് പറ്റി അല്ലെ. അപ്പൊ ഫോണറ്റിക് സൗണ്ട് വീണ്ടും കേൾപ്പിക്കും. അപ്പൊ അവന് മനസ്സിലാവും അവിടെ യു അല്ല എന്ന് മനസ്സിലായി. യു മാറ്റിയിട്ട് O വെക്കണമെങ്കിൽ അവൻ തന്നെ O കണ്ടുപിടിച്ച് O വെക്കും. അപ്പൊ അവന് കോൺഫിഡൻസ് ആയി, കാരണം ആ ഒരു കറക്ഷൻ, കൺട്രോൾ ഓഫ് എറർ എളുപ്പമായിരുന്നു. മറ്റേത് അവൻ എഴുതുന്നത് സാധാരണ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്, വെട്ടിക്കളയും. ചിലപ്പോൾ റെഡിങ് കൊണ്ട് അങ്ങ് സ്ട്രൈക്ക് ചെയ്യും, ഇത് തെറ്റാണ്, നീ ഇത് 10 പ്രാവശ്യം പൊസിഷൻ എഴുതും എന്ന് പറയും. ശരിക്കും ആ സെൽഫ് എസ്റ്റീം അങ്ങോട്ട് ഡൗൺ ആവും. അതേസമയം മൂവബിൾ ആൽഫബറ്റ്സ് ആവുമ്പോൾ അവർ തന്നെ കറക്റ്റ് ചെയ്യും. നമ്മൾ ആ ഫോണറ്റിക് സൗണ്ടിന്റെ ബേസ് അവരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യിച്ചാൽ മതി. ഓക്കെ. ഫോണറ്റിക് സൗണ്ടിൽ വരുന്ന റൈം ഒക്കെ ചില കുട്ടികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈം ഉണ്ട്, അല്ലാതെ തന്നെ റൈംസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഫോണറ്റിക്സിന്റെ ക്ലാസ് ഉണ്ടാകും കേട്ടോ. കോഴ്സ് തീരുന്നതിന് മുമ്പുള്ള ഒരു സെഷൻ അശ്വതി എന്ന് പറഞ്ഞൊരു മിസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ആ മിസ്സായിരിക്കും ഫോണറ്റിക്സിന്റെ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് അശ്വതി മിസ് ആണോ ഇംഗ്ലീഷ്? അശ്വതി മിസ് ഇന്ന് പറഞ്ഞായിരുന്നു. ആണോ? അടുത്ത ആഴ്ച ഏതെങ്കിലും ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. ടീച്ചർ അത് എടുത്തു തരും. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവർക്ക് വേർഡ്സ്, അവർ ആദ്യം സ്മോൾ ലെറ്റർ വേർഡ്സ് ചെയ്യും. 3 ലെറ്ററിന്റെ വേർഡ് ചെയ്യും. പിന്നെ കുറച്ചുകൂടെ വലിയ വേർഡ്സ് വരുന്നത്, കുറെ ലെറ്റേഴ്സ് വരുന്ന വേർഡ്സ്, അങ്ങനെ 4 ലെറ്റർ, അങ്ങനെ അവരവരുടെ ആ സ്കീം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ സെന്റൻസുകൾ അവർ എഴുതാൻ തുടങ്ങും. വാട്ട് ഈസ് യുവർ നെയിം, മൈ നെയിം ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെന്റൻസിലേക്ക് പോകും. അങ്ങനെ അവര് കൺസ്ട്രക്ട് ചെയ്യുവാണ് ലാംഗ്വേജിലെ വേർഡ്സ്, സെന്റൻസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യുക. ചിലപ്പോൾ ടെലിഗ്രാഫിക് സെന്റൻസ് ആയിരിക്കും എഴുതുന്നത് വേർഡ്സ് കഴിയുമ്പോൾ. എന്താ ടെലിഗ്രാഫിക് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിച്ചു കാണുമല്ലോ. നമുക്കത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കില്ല. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെന്റൻസ് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന കർത്താവ്, കർമ്മം, ക്രിയ, ഇത് 3 വരുന്നത് അല്ലേ. ആരെ, എന്ത്, എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടണം. ആ രീതിയിൽ സെന്റൻസ് വരണം. അതായത് മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അതായത് സ്ട്രക്ചർ ഫുള്ളുണ്ട് അല്ലെ. ഹീ ഈസ് എന്ന് പറഞ്ഞിട്ട് ആളെ പറയുന്നതും അങ്ങനെയൊക്കെ. ഇപ്പൊ ഇവിടെ നെയിം, ആ നെയിം ഏതാന്ന് പറയുന്നത്. ഇപ്പൊ നെയിം ജിഷ എന്ന് പറയുമ്പോഴേ നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്. സെന്റൻസ് കറക്റ്റ് അല്ലെങ്കിലും പേര് അതാന്ന് നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ വരുന്നത് നമ്മുടെ പണ്ടൊക്കെ ടെലഗ്രാം യൂസ് ചെയ്തിട്ടായിരുന്നു ആളുകളെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് മെസ്സേജ് ഒക്കെ അറിയിക്കുന്നത്. അന്ന് ഫോണൊന്നും എല്ലാവർക്കും അവൈലബിൾ ആയിരുന്നില്ല, ഇമെയിൽ ഫെസിലിറ്റി ഒന്നും വന്നിട്ടില്ല, ഇതുപോലെ മൊബൈൽ ഫോൺസ് ഇല്ല. പെട്ടെന്ന് ഒരു മെസ്സേജ് അയക്കുന്നു അപ്പൊ തന്നെ കിട്ടാനായിട്ട്. അപ്പൊ ടെലഗ്രാമിലൂടെയാണ് ഇപ്പൊ ഈ പട്ടാളക്കാർക്കൊക്കെ മെസ്സേജ് കിട്ടുമ്പോൾ ഒരു മദർ സിക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. അല്ലാണ്ട് മദർ ഈസ് നോട്ട് വെൽ അല്ലെങ്കിൽ മദർ ഈസ് അങ്ങനെ ഫുൾ സെന്റൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ ടെലിഗ്രാഫിക് സെന്റൻസ് പറയുന്നത്. കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴും അവർ മുഴുവനായിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗിക്കില്ല. ഇതുപോലെ ടെലിഗ്രാഫിക് വേർഡ്സ് അല്ലെങ്കിൽ സെന്റൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ അവർ കൺസ്ട്രക്ട് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ സെന്റൻസ് ആകും. ഇതെല്ലാം കഴിയുമ്പോഴാണ് ഇവരുടെ റീഡിങ് തുടങ്ങും.
അപ്പൊ ലാംഗ്വേജ് ഏരിയയിൽ നമുക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൂവബിൾ ആൽഫബറ്റ്സ് ഉണ്ട്. മൂവബിൾ ആൽഫബറ്റ്സ് പല ടൈപ്പ് ഉണ്ട്. ക്യാപിറ്റൽ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്, കേഴ്സീവ് ലെറ്റർ ഉണ്ട്. പിന്നെ ഇതിൽ നിന്ന് 2 കളർ സ്കീംസ് കാണാം ഈ ലെറ്റേഴ്സിൽ, ബ്ലൂവും റെഡും, അങ്ങനെ 2 കളറായിട്ട് കാണാം. അപ്പൊ ഇത് 2 കളറായിട്ട് ലെറ്റേഴ്സ് കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കും? സ്മോളും ആൽഫബറ്റും സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാം. എന്തായിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളും ക്യാപിറ്റലും ഒന്ന് കേട്ടു, വേറെ എന്താ പറഞ്ഞേ? അത് തന്നെയാണ് പറഞ്ഞത്. ആണോ? ഓക്കെ, നമ്മളുടെ കയ്യിൽ ആകെ ഒരു മൂവബിൾ ആൽഫബറ്റ്സേ ഉള്ളൂ. ഒരു മിനിറ്റ്. ലാംഗ്വേജ് ഏരിയയുടെ റെക്കോർഡ് എടുത്തോട്ടെ. നിങ്ങൾ മോണ്ടിസോറി അപ്പാരറ്റസിനുള്ള റെക്കോർഡ് ബുക്ക് എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു മാം. എഴുതിയപ്പോ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഓർമ്മയുണ്ടായിരുന്നു? മെറ്റീരിയൽസ് ഒക്കെ ഓർമ്മയുണ്ട്. ഓക്കെ, ഇപ്പൊ ലാംഗ്വേജ് അപ്പാരറ്റസിൽ ആ മൂവബിൾ ആൽഫബറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, അത് വിട്ടേ. പ്രീ റൈറ്റിംഗ് ബോർഡ് ഉണ്ട് നമുക്ക്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ 3 ബോർഡായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതാണ് നിങ്ങൾക്ക് ശരിക്കും റെക്കോർഡിൽ തന്നിരിക്കുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് വന്നിരിക്കുന്ന ബോർഡ് ഈ 3 മാത്രമല്ല, അത് കൂടാതെ പല ഷെയ്ഡ്സും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വന്ന ബോർഡിൽ കളർ ഡിഫറൻസും ഉണ്ടായിരുന്നു. നമുക്കിപ്പോ വന്നിരിക്കുന്ന ബോർഡ് എല്ലാം തന്നെ വുഡൻ പീസസ് ആണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആകെ 3 കളറിലായിരുന്നു ബോർഡ്സ് അവൈലബിൾ ആയിരുന്നത്. റെഡ് കളറിൽ കേർവ്ഡ് ലൈൻസ് വരുന്ന രീതിയിൽ റെഡ് കളറിലും, പിന്നെ ഗ്രീൻ കളറിൽ വന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു. ബ്ലൂ കളറിൽ വന്നത് സ്ട്രെയിറ്റിന്റെയും കേർവ്ഡ് ലൈൻസിന്റെയും കോമ്പിനേഷൻസ് ആയിരുന്നു. ഒരു നോബ് ഉണ്ടാകും ഈ ബോർഡിൽ. ആ നോബ് നമ്മളിങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ അത് ആ ലൈൻസിലൂടെ കേർവും സ്ട്രെയിറ്റ് ലൈനും വരുന്ന ഭാഗത്തൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കുട്ടികൾക്ക് എഴുതുന്നതിന് മുമ്പ് അവരുടെ റൈറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ബാച്ചിലുള്ള 11th ബാച്ചിലെയാണെന്ന് തോന്നുന്നു ബ്ലസ്സി വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാക്ടിക്കൽ സെഷനിൽ. ബ്ലസ്സി ഒരു പ്യുവർ മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ബ്ലസ്സി അവിടുത്തെ ഒരു കുട്ടി 4 ലൈനിൽ എഴുതിയ, കേഴ്സീവിൽ എഴുതിയ, ഈ പറയുന്ന ഇംഗ്ലീഷിൽ എഴുതിയ വേർഡാണെന്നാണ് എനിക്ക് ഓർമ്മ, വേർഡ്സ് കാണിച്ചു തന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ്, കൊച്ചു കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര ഭംഗിയായിട്ട് കണ്ടില്ല. അപ്പൊ ബ്ലസ്സി പറഞ്ഞു എല്ലാവരും ഇതുപോലെയാണ് എഴുതുന്നത്, കാരണം അതുപോലെ അവരുടെ റൈറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ആകുന്നുണ്ട്. പ്രീ റൈറ്റിംഗ് ബോർഡ് അതിനൊരു ഹെൽപ്പാണ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സും അതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രീ റൈറ്റിംഗ് ബോർഡിൽ നമുക്ക് വന്നിരിക്കുന്ന പ്രീ റൈറ്റിംഗ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയർ ആയിട്ടാണ്. ഇതൊരു ബോർഡ് തന്നെ 2 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. കാരണം ബ്രെയിൻ എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കുറെ ആക്ടിവിറ്റി, നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുന്ന എല്ലാം തന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും ബ്രെയിനിന് നല്ലൊരു എക്സസൈസ്. അപ്പൊ കുട്ടികളുടെ 2 കൈയിലും ഒരു പേന പോലെ എന്തെങ്കിലും കൊടുത്തിട്ട്, ഈ പെൻസിലോ എന്തെങ്കിലും കൊടുത്തിട്ട് ഈ പ്രീ റൈറ്റിംഗ് ബോർഡിൽ 2 എണ്ണം ഉണ്ടാവും, പെയർ ആയിട്ട് ഒരേപോലത്തെ 2 എണ്ണം ഉണ്ടാവും സെറ്റ് ആയിട്ട്. അപ്പൊ അതിലിങ്ങനെ ചെയ്യിക്കുക. അപ്പൊ അത് അവരുടെ ബ്രെയിൻ എക്സസൈസിന് വളരെ നല്ലതായിരിക്കും. നമുക്ക് വന്നിരിക്കുന്നതെല്ലാം പെയർ ആയിട്ടാണ് പ്രീ റൈറ്റിംഗ് ബോർഡിൽ. പിന്നെ ഡ്രോയിങ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ ഇതെല്ലാം ഇംപ്രൂവ് ആകും. കയ്യിലെ ചെറിയ മസിൽസ് ഡെവലപ്പ് ആകും. പിന്നെ റൈറ്റിംഗിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗിലും നല്ല രീതിയിലും അവർ എഴുതാൻ തുടങ്ങും. പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആയിരുന്നു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഞാൻ ആകെ ക്യാപിറ്റൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം കട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മൂലം. അത് തന്നെ കേഴ്സീവ് ഉണ്ട്, സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്, ക്യാപിറ്റൽ മാത്രമല്ല. പിന്നെ ലാംഗ്വേജ് ഏരിയയിൽ വരുന്നതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ആൽഫബറ്റ് ഡയസ് ബോക്സ് എന്ന് പറഞ്ഞൊരെണ്ണം എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ ഡയസ് ഉണ്ടല്ലോ, ഡയസ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂബ് പോലെ ഇരിക്കൂലേ, നമ്മള് സ്നേക്ക് ആൻഡ് ലാഡർ 6 ഫേസ് ഉണ്ടാകും. സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി അതിന്റെ കൗണ്ട് നോക്കിയിട്ടൊക്കെ അല്ലേ നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മളുടെ ഇതിന്. അപ്പൊ ആ ഡയസിന്റെ ഓരോ ഭാഗത്തായിട്ട് ആൽഫബറ്റ്സ് ആയിരിക്കും. അതാണ് ആൽഫബറ്റ് ഡയസ് ബോക്സ് എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്തിട്ട്
വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാം, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഒരുമിച്ച് വെച്ചിട്ട് സ്പേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെയും ആ ഒരു വേർഡും സെന്റൻസുകളും ഒക്കെ നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അവർ കളിക്കുന്ന പോലുള്ള കട്ട അങ്ങനെ സോളിഡ്സ് ആണല്ലോ. ഓക്കെ, ഗെയിം പോലെ തന്നെ അവർ ആൽഫബറ്റ്സ് പഠിക്കുന്നു. ഇനി നമുക്ക് മൂവബിൾ ആൽഫബറ്റ്സ് ആണ്. ഈ മൂവബിൾ തന്നെ 4 ടൈപ്പ് ഉണ്ട്. ലാർജ് മൂവബിൾ ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്റേഴ്സ്. വലിപ്പമുള്ള മൂവബിൾ ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്റേഴ്സിന്റെ. പിന്നെ ലാർജ് മൂവബിൾ ആൽഫബറ്റ്സ്, കേഴ്സീവ് ലെറ്റേഴ്സ് നല്ല വലിപ്പമുള്ളത്. പിന്നെ സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സ്, സ്മോൾ ലെറ്ററിന്റെ സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സ്. പിന്നെ ലാർജ് മൂവബിൾ ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്ററിന്റെ വലിപ്പമുള്ള മൂവബിൾ ആൽഫബറ്റ്സ്. അങ്ങനെ 4 ടൈപ്പാണ് നമുക്ക് മൂവബിൾ ആൽഫബറ്റ്സ്. നമുക്കിവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് സ്മോൾ മൂവബിൾ ആൽഫബറ്റ്, സ്മോൾ ആണ്, വലിപ്പം കുറഞ്ഞ സ്മോൾ മൂവബിൾ ആൽഫബറ്റ്സ് ആണ്. 26 കമ്പാർട്ട്മെന്റ്സ് ഉള്ളതുകൊണ്ട് അതിൽ ഓരോരോ ലെറ്റർ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. 2 കളറിലുണ്ടാവും, റെഡും ബ്ലൂവും. അങ്ങനെ 2 കളറിലുണ്ടാവും. 2 കളറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൽഫബറ്റ്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. വവൽ ആൻഡ് കോൺസണന്റ്. വവൽ ആൻഡ് കൺസണൻസ്. അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, കളർ കൺസെപ്റ്റിലൂടെയാണ് ആ ഒരു വവൽ ആൻഡ് കൺസണൻസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അവർക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ് അല്ലെ. അതെല്ലാം ലാംഗ്വേജ് ഏരിയയിൽ വരുന്നതാണ്. ലാംഗ്വേജ് ഏരിയയിൽ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ മാത്തമാറ്റിക്കൽ അപ്പാരറ്റസിന്റെ കാര്യം ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ കാര്യങ്ങൾ കാണിച്ചു തന്നു. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ ഇന്ന് ഉച്ചത്തെ ക്ലാസ്സിൽ വന്നത്? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, സ്പിൻഡിൽ ബോക്സ്, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെയൊക്കെ ബോർഡ്. ഓക്കെ. പിന്നെ സ്മോൾ നമ്പർ റോഡ്സ് ഉണ്ടായിരുന്നു നമുക്ക്. സ്മോൾ നമ്പർ റോഡ്സ് ഉണ്ട്. പിന്നെ സാൻഡ് പേപ്പർ നമ്പേഴ്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓക്കെ സിഗിൻ ബോർഡ്സ്. പിന്നെ ബീഡ്സ് ഉണ്ടായിരുന്നു അല്ലേ? ബീഡ്സ് ഉണ്ടായിരുന്നില്ലേ? സ്പിൻഡിൽ ബോക്സ് കാണാൻ നല്ല വളരെ അട്രാക്റ്റീവ് ആയി തോന്നും. വുഡൻ സ്പിൻഡിൽസ് ആണ്. അട്രാക്റ്റീവ് ഷേപ്പ്, ലേണിംഗ് ആൻഡ് കൗണ്ടിങ് ദ നമ്പേഴ്സ്. പിന്നെ ഹാൻഡ് ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യാം നമുക്ക് സ്പിൻഡിൽ ബോക്സ് വേണമെങ്കിൽ. അത് അറേഞ്ച് ചെയ്യാം. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കൺസെപ്റ്റ് ഒക്കെ കിട്ടും. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് വന്നു. പിന്നെ കറക്റ്റ് ചെയ്തു. നത്തിങ് എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പിൻഡിൽ ബോക്സിൽ വെച്ചാണോ? അതെ, നത്തിങ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് നമുക്ക് അതിൽ ഒന്നുമില്ലാത്ത ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പം 0 മീൻസ് ഒന്നുമില്ല, നത്തിങ്. അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് അവരുടെ കയ്യിൽ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഇഫ് ഐ ടേക്ക് അവേ ദിസ് വാട്ട് വിൽ ബി ഇൻ യുവർ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ കിട്ടും. അതൊക്കെ നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയ ആണ് കേട്ടോ. പിന്നെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് നിങ്ങൾ എഴുതുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യണം. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് സർക്കിൾ ഷേപ്ഡ് കൗണ്ടേഴ്സ് ആയിരുന്നു. നിങ്ങൾ സർക്കിളിന് പകരം ബെൽ ഷേപ്ഡ് കൗണ്ടേഴ്സ് നോക്കണം റെക്കോർഡ് ബുക്കിൽ, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിൽ. എഴുതിപ്പോയി മാം. ഓ, സർക്കിൾ എന്നുള്ളത് മാറ്റി ബെൽ എന്നാക്കിയാ പോരെ, ഒരു വൈറ്റ്നർ ഇട്ടാ മതി. ഓക്കെ. സിഗിൻ ബോർഡ്സ് ഉണ്ട്. 10 പ്രിന്റഡ് ഇൻ റോസ്. അതാണ് സെപ്പറേറ്റ് കാർഡ് നമ്പേഴ്സ് അല്ലെ. 10 എന്നുള്ളത് അതിനകത്ത് ഫിക്സ്ഡ് ആയിട്ടുണ്ടായിരിക്കും. സെപ്പറേറ്റ് 1 to 9 എന്നുള്ളത് സെപ്പറേറ്റ് കാർഡ്സ് നമ്പർ 1 to 9 ഉണ്ടാകും. അത് എന്നിട്ട് നമ്മുടെ ടീൻ നമ്പേഴ്സ്, ടീൻ ബോർഡ് എന്നും അതിനെ പറയാം. ടീൻ എല്ലാം 11 തുടങ്ങി അങ്ങനെ ഒരു രീതിയിൽ ടീൻ നമ്പേഴ്സ് ഇത് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. യൂസർ ഫ്രണ്ട്ലി ആണ്. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. നല്ലപോലെ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബീഡ്സിന്റെ യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ബീഡ് യൂണിറ്റ് അല്ലെ. 1s ഉണ്ടായിരുന്നു, 10s ഉണ്ടായിരുന്നു, 100s ഉണ്ടായിരുന്നു, 1000s ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ബീഡ്സിന്റെ പണ്ടത്തെ സ്ലേറ്റ് ഉണ്ടല്ലോ, ബീഡ്സ് ഫ്രെയിം. ചില കുട്ടികളൊക്കെ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബീഡ്സ് ഫ്രെയിം സ്മോളും ബിഗും മോണ്ടിസോറി മെറ്റീരിയലുണ്ട്. പിന്നെ ബീഡ്സ് സ്റ്റെയർ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ പെട്ടെന്ന് അവർക്ക്
ബീഡ്സ് ചെയർ വെച്ചിട്ടത് മനസ്സിലാകും. ആ ഒരു അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിന്റെ ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ബീഡ്സ് പിരമിഡും ഉണ്ട് കേട്ടോ. 4 ഫേസില് ഇതുപോലെ ബീഡ്സ് ചെയർ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബീഡ്സ് പിരമിഡായി മാറും. ബീഡ്സ് പിരമിഡ് എന്ന് പറയുന്ന ഒറ്റ ട്രയാങ്കിൾ ആയിട്ടുള്ള ഷേപ്പാണ്. അങ്ങനെ 4 ട്രയാങ്കിൾസ് ബീഡ്സ് പിരമിഡ് ബീഡ്സ് ചെയർ ചേരുമ്പോൾ ഒരു ബീഡ്സ് പിരമിഡ് ആയിട്ടുണ്ട്. പിന്നെ ക്ലോക്ക്, അതും മാത്തമാറ്റിക്കൽ ഏരിയയിലുള്ളതാണ് ക്ലോക്ക്. പിന്നെ ഫ്രാക്ഷൻ സെറ്റ് ഉണ്ട്. ഫ്രാക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫ്രാക്ഷൻ ചെയ്യുന്നത് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമ്പോഴാണ് അല്ലേ. നമ്മുടെ ഫ്രാക്ഷൻ സെറ്റ് റൗണ്ട് കേക്കിന്റെ ഷേപ്പിലുള്ളതാണ് ഫ്രാക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഫ്രാക്ഷൻ. നെക്സ്റ്റ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതെല്ലാം ബോർഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അഡീഷൻ ബോർഡും സബ്ട്രാക്ഷൻ ബോർഡും മൾട്ടിപ്ലിക്കേഷൻ ബോർഡും ഡിവിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അത് ഇന്ന് ഞാൻ ക്ലാസ്സിൽ ഉച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സെൻസോറിയൽ അപ്പാരറ്റസ് ആണ്. എല്ലാ സെൻസസും നമ്മുടെ സെൻസ് ഓർഗൻസ് എല്ലാം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അപ്പാരറ്റസ് ആണ് സെൻസോറിയൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സെൻസോറിയൽ അപ്പാരറ്റസിൽ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. സെൻസോറിയൽ അപ്പാരറ്റസിൽ ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കുന്നത് പിങ്ക് ടവർ ആണ്. പിങ്ക് ടവർ എങ്ങനെയാന്ന് അറിയാം? പിങ്ക് ടവർ ആരെങ്കിലും ഉണ്ടാക്കിയോ? ഉണ്ടാക്കി. പിങ്ക് ടവർ എത്ര സെഗ്മെന്റ്സ് ഉണ്ട്? പിങ്ക് ടവർ 10 എന്താ ഓരോന്നിന്റെ ഷേപ്പ്? ക്യൂബ്. മെഷർമെന്റ് എങ്ങനെയാ? 1 to 10. ഏറ്റവും വലുത് 10 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ ഡിഫറൻസിൽ ഓരോരോ ക്യൂബായിട്ട് വരും. എന്നിട്ട് ഏറ്റവും ചെറുതിന് 1 സെന്റിമീറ്റർ ആണ് മെഷർമെന്റ്. ഓക്കെ, നല്ലൊരു അട്രാക്റ്റീവ് പിങ്ക് കളർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൺലൈനിലാണ് കേട്ടോ എല്ലാം പർച്ചേസ് ചെയ്തത്. എല്ലാം ഒറിജിനൽ മോണ്ടസോറി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്താണ് പർച്ചേസ് ചെയ്തത്. പക്ഷെ നമുക്ക് വന്ന പിങ്ക് ടവറിന്റെ മെഷർമെന്റ് കംപ്ലീറ്റ്ലി മിസ്റ്റേക്ക് ആയിരുന്നു. വന്നതിൽ 1 or 2 അങ്ങനെ ഉള്ളൂ ക്യൂബ് ഷേപ്പിലുള്ളത്. ബാക്കിയെല്ലാം സാധാരണ ക്യൂബോയിഡ് പോലെ. ക്യൂബ് അല്ല, എല്ലാ മെഷർമെന്റും ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് ഉണ്ട്. സോളിഡ്സിന് 3 ഡയമെൻഷൻ ആണല്ലോ അല്ലെ. ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് 3ഉം ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് ക്യൂബ് ആകുന്നത്. ഈ 3ഉം ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് ക്യൂബ് അല്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. അത് സ്റ്റാക്ക് ചെയ്തപ്പോൾ വളരെ ഹൈറ്റ് കുറവാണ്. അപ്പൊ പലരും പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ പിങ്ക് ടവർ ഇതിലും ഹൈറ്റ് ആണല്ലോ. ഇതാണ് പ്രശ്നം. നമ്മൾക്ക് കിട്ടിയ മെറ്റീരിയൽസിന്റെ മെഷർമെന്റ്സ് വേറെ ആയിരുന്നു. മെറ്റീരിയൽ നേരെ ഓഫീസിലാണ് വന്നത്. ക്ലാസ് തുടങ്ങാറായപ്പോഴാണ് ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് മനസ്സിലായത്. പക്ഷെ അപ്പോഴേക്ക് റിട്ടേൺ ചെയ്യുന്ന ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള മെറ്റീരിയൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ എല്ലാം വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, വന്നതിന് ശേഷവും നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ പിങ്ക് ടവർ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് ചെയ്യുവാണ് അല്ലെ. ഇങ്ങനെ ഏറ്റവും വലുത് വെച്ചു, അതിന്റെ മുകളിൽ അങ്ങനെ വെച്ച് ഏറ്റവും ചെറുത് മുകളിൽ വെക്കുന്ന രീതിയിലായിരുന്നു പിങ്ക് ടവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കളറ് നല്ല ബേബി പിങ്ക് ആണ് ശരിക്കും കളർ കേട്ടോ. പക്ഷെ പലരുടെയും ചാർട്ട് ഭയങ്കര ബ്രൈറ്റ് ഒരു പർപ്പിളിനോടൊക്കെ ചേരുന്ന രീതിയിലുള്ളൊരു അങ്ങനത്തെ ഒക്കെ കളർ കണ്ടു. അങ്ങനെയൊക്കെ കണ്ടു. ശരിക്കും ഒരു ലൈറ്റ് പിങ്ക്, ആ ഒരു ബേബി പിങ്ക് പോലെയാണ് ശരിക്കും വരുന്നത്. എന്താ പറയാ, വൈറ്റ് കുറെ എടുത്തിട്ട് അതിനകത്ത് ഒരു ഡ്രോപ്പ് റെഡ് ഇട്ട് കഴിയുമ്പോൾ ഒരു പിങ്ക് കിട്ടും, നല്ലൊരു പിങ്ക് കിട്ടും. ആ ഒരു കളറാണ് ശരിക്കും പിങ്ക് ടവറിന്. എനിവേ പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയ ഒരു കളർ വെച്ച് ചെയ്തു. ചിലരുടെ പിങ്ക് ടവർ കണ്ട റെഡ് ആണെന്ന് തോന്നും. വൈവയ്ക്കൊക്കെ വരുമ്പോഴേ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ചും കളർ ഇച്ചിരി ഡിഫറെന്റ് ആയിട്ട് കാണും. റെഡ് കളറിൽ ഇരിക്കുന്ന പോലെ തോന്നും. ഇപ്പൊ ഇങ്ങനെ പറയും കളർ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് പെയിന്റ് വീണ്ടും അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ശരിക്കും ചാർട്ട് പേപ്പറിൽ ചെയ്യുമ്പോൾ കുട്ടികൾ അത് ചെയ്തു വരുമ്പോഴേക്കും അത് പെട്ടെന്ന് നാശമായി പോകില്ലേ. കാരണം വേറൊന്നും കൊണ്ടല്ല, കുട്ടികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരവരുടെ മാക്സിമം എഫേർട്ട് എടുത്താണ് ചെയ്യുന്നത്.
ആസ് ആൻ അഡൾട്ടിന് അറിയാൻ പറ്റും ഓരോ കാര്യങ്ങൾക്കും എത്ര ഫോഴ്സ് കൊടുക്കണം എന്ന്. പക്ഷെ കുട്ടികൾക്ക് അത് അറിയില്ലല്ലോ. അവരവരുടെ ഉള്ള ശക്തി മുഴുവനും എടുത്തായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയാണ് അത് പെട്ടെന്ന് ഇതായി പോകുന്നത്. പിന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് അത് കെയർ ചെയ്യും. കാരണം അവർക്ക് അത് വെച്ച് കളിക്കണം എന്നൊരു ആഗ്രഹമുള്ളത്. പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് ഇതിന്റെ ഒരു ആക്ടിവിറ്റി. പിന്നെ ഇത് നമുക്ക് കറക്റ്റ് മെഷർമെന്റിൽ വന്നിരുന്നെങ്കിൽ, ബ്രൗൺ സ്റ്റെയർസ് നിങ്ങളെ കാണിച്ചു തന്നോ ഏതെങ്കിലും ടീച്ചർ ക്ലാസ്സിൽ? ഓക്കെ, ബ്രൗൺ സ്റ്റെയർ എത്ര പീസസ് ഉണ്ട് ബ്രൗൺ സ്റ്റെയറിൽ? 11 ഒരെണ്ണം കൺട്രോൾ ഓഫ് എറർ. യെസ്, 10 പീസസ്. ശരിക്കും ഞാൻ പഠിക്കുന്ന സമയത്ത് 10 പീസസ് ആയിരുന്നു കേട്ടോ. മേ ബി അപ്ഗ്രഡേഷൻ അങ്ങനെ കുട്ടികൾക്ക് ഒരു പക്ഷേ തെറ്റുന്നുണ്ടാകാം. മീൻസ് കൺട്രോൾ ഓഫ് എറർ ശരിയാകുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നിയൊരു എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. ലാസ്റ്റ് ചെറിയ പീസ് ഒരെണ്ണം കൂടെ, അത് 2 പീസസ് കൊണ്ടുവന്നു. അപ്പൊ അത് വെച്ച് കൺട്രോൾ ഓഫ് എറർ പെട്ടെന്ന് ഈസിലി അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബ്രൗൺ സ്റ്റെയർ എന്ന് പറയുന്നത് ക്യൂബോയിഡ് ഷേപ്പ് ആണ് അല്ലെ? ഓക്കെ, ഈ ക്യൂബോയിഡ് ഷേപ്പ് ഇത് നമ്മളിങ്ങനെ നീളത്തിൽ വെക്കുമ്പോൾ എല്ലാത്തിനും ഒരേ ലെങ്ത് ആണ്. നമ്മളിങ്ങനെ സ്റ്റെയർ പോലെ പ്ലേസ് ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരേ ലെങ്ത് വരും. ഇതിന്റെ സൈഡ് നോക്കുമ്പോൾ ആ ഫേസ് അത് ക്യൂബാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ക്ലിയറായില്ലേ? നമ്മളിതിനെ ലെങ്ത് വൈസ് തന്നെ വെക്കുമ്പോൾ സൈഡിൽ കാണുന്നതെല്ലാം ക്യൂബാണ്. അതായത് 10 പീസസിന്റെ ആ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പിങ്ക് ടവറിന്റെ ഏറ്റവും വലിയ ബ്രൗൺ സ്റ്റെയറിന്റെ ആ ക്യൂബിക്കൽ ഷേപ്പ്, ആ ഒരു സ്ക്വയർ, ആ ഒരു ഫേസ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ പിങ്ക് ടവറിന്റെ ആ മെഷർമെന്റ് ആയിരിക്കും. 10 വരുന്ന സൈഡ് ആയിരിക്കും. അടുത്ത ബ്രൗൺ സ്റ്റെയർ 9 ആയിരിക്കും ആ ഒരു ഫേസിലെ സൈഡിന്റെ. അത് സ്ക്വയർ ആണ്, 9 സെന്റിമീറ്റർ വരും. അപ്പൊ നമുക്ക് പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും കൂടെ കോമ്പിനേഷൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് പിങ്ക് ടവറിന്റെ 10 സെന്റിമീറ്ററിന്റെ ക്യൂബ് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗൺ സ്റ്റെയർ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് ആ പിങ്ക് ടവറിന്റെ മുകളിൽ ആ ഏരിയയിൽ തന്നെ ഇരിക്കും. പക്ഷെ നമുക്ക് വന്ന മെഷർമെന്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ കോമ്പിനേഷൻ ചെയ്താൽ ശരിയാകില്ല. കറക്റ്റ് മെഷർമെന്റ് ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ആ കോമ്പിനേഷൻ കറക്റ്റ് ആകും. ബ്രൗൺ സ്റ്റെയർസ് ഇതുപോലെ ആ ഒരു സ്റ്റെയറിന്റെ കൺസെപ്റ്റ് കൺട്രോൾ ഓഫ് എറർ ഈസി ആയിട്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രൗൺ കളർ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ബ്രൗൺ സ്റ്റെയറിന്റെ ആ ബ്രൗൺ കളർ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. ഇത്ര ഒരു നല്ലൊരു കളറായിട്ട് തോന്നി. കോമ്പിനേഷൻ പിങ്ക് ടവറും ബ്രൗൺ സ്റ്റെയറും ആയിട്ട് ശരിക്കും കോമ്പിനേഷൻ ചെയ്യാം. ഇത് രണ്ടും കുട്ടികൾക്ക് മാം പറയുന്നത് ഈ പിങ്ക് ടവറിനെ ഇങ്ങനെ താഴെ കിടത്തിയിട്ട് അറേഞ്ച് ചെയ്ത് അതൊരു സ്റ്റെയർ പോലെ കിട്ടും. കാണാമോ? കാണാം. അല്ലെങ്കിൽ പിങ്ക് ടവറിന്റെ പിങ്ക് ബ്ലോക്സ് താഴെ വെച്ചിട്ട് മുകളിൽ ബ്രൗൺ സ്റ്റെയർ വെക്കാം. അല്ലെങ്കിൽ ബ്രൗൺ സ്റ്റെയർ വെച്ചിട്ട് അതിന്റെ മുകളിൽ പിങ്ക് ടവർ വെക്കാം. ഇത് ബ്രൗൺ സ്റ്റെയറിന് ലെങ്ത് കൂടുതലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ പീസസ് വരുമ്പോ ബ്രൗൺ സ്റ്റെയർ താഴെ വന്നിട്ട് മുകളിൽ പിങ്ക് ടവറിന്റെ ക്യൂബ്സ് വരുന്നതായിരിക്കും കുറച്ചുകൂടെ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. കോമ്പിനേഷൻ നമുക്ക് ചെയ്യാമായിരുന്നു. കോമ്പിനേഷൻ അപ്പൊ അങ്ങനെ കോമ്പിനേഷൻ വെക്കുമ്പോൾ അവർക്ക് കളർ, ഷേപ്പ്, സൈസ്. പിന്നെ നമ്മൾ പറഞ്ഞു പിങ്ക് ടവർ നമ്മൾ ചാർട്ട് പേപ്പർ വെച്ച് ഉണ്ടാക്കി. പക്ഷെ കുട്ടികൾക്ക് വെയിറ്റ് മനസ്സിലാകണമെങ്കിൽ സോളിഡ് വുഡ് തന്നെ വേണം അല്ലെ? നമ്മൾ ആസ് ആൻ അഡൾട്ട് നമുക്കത് ക്യാരി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ കുഞ്ഞു കൈകളിൽ അത് വെക്കുമ്പോൾ അവർക്ക് ആ വെയിറ്റ് നല്ലപോലെ ഫീൽ ചെയ്യും. ബ്രൗൺ സ്റ്റെയർ നമുക്ക് ഒറ്റ കൈ കൊണ്ട് എടുത്ത് വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അവരുടെ 2 കൈകളും യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. അവരുടെ ആ ഫിംഗേഴ്സിന്റെ മൂവ്മെന്റും അവരുടെ ഹോൾഡിങ് കപ്പാസിറ്റി, മസിൽസിന്റെ ആ ഒരു ഡെവലപ്മെന്റും എല്ലാം നല്ല രീതിയിൽ അവിടെ നടക്കും. അടുത്ത സെൻസോറിയൽ ഏരിയയിൽ വരുന്നതാണ് സിലിണ്ടേഴ്സ്. പല ടൈപ്പ് സിലിണ്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് നമുക്കറിയാം നോബ്ഡ് സിലിണ്ടേഴ്സ് ഉണ്ട്. നോബ്ഡ് സിലിണ്ടേഴ്സ് ഞാനിപ്പോ ജസ്റ്റ് നിങ്ങളെ പിക്ചേഴ്സ് കാണിച്ചു പോവാം, അതായിരിക്കും നല്ലത്. കാണാലോ നോബ്ഡ് സിലിണ്ടേഴ്സ്. അത് ഒരു എന്താ പറയുക, ബോക്സ് പോലെയുണ്ട്. അതിൽ നിറയെ ഒരു ഗ്രൂവ്സ് ആണ്, കുഴികൾ പോലെ. അപ്പൊ സിലിണ്ടറിന്റെ ഈ ലെങ്ത് അനുസരിച്ചായിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ബോക്സിൽ ആ ഡെപ്ത്, ആ ഗ്രൂവ് വരുന്നത്.
ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് 10 പീസായിരുന്നു. സെയിം ഫീച്ചറിൽ തന്നെ വരുന്ന 5 പീസിന്റെ നോബ്ഡ് സിലിണ്ടർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. സെയിം തന്നെ, ഇതിന്റെ ഡിക്റ്റോ തന്നെ, പക്ഷെ സിലിണ്ടറിന്റെ എണ്ണം 5. സെയിം ഫീച്ചേഴ്സ് എല്ലാം തന്നെ. അതായത് ഇതിനെ കറക്റ്റ് ഒന്ന് ഹാഫ് ആക്കിയാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു പീസാണ് നമുക്ക് നോബ്ഡ് സിലിണ്ടറിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ ഗ്രോസ് ഉണ്ട്, ഭരണി പോലെ ഇരിക്കും ആ സിലിണ്ടർ. നമ്മളുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഭരണിയില്ലേ, ബീച്ച് കളറും ബ്രൗൺ കളറും കൂടെ മിക്സ് ചെയ്ത് മുകളിലൊരു നോബ് പോലെയൊക്കെ ഭരണിയുടെ അടപ്പ് വരുന്നത്, സെയിം അതുപോലെ ഇരിക്കും ഈ സിലിണ്ടേഴ്സ്. വുഡൻ ആണ്. ഇത് ആ ഗ്രൂവില് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. 4 ടൈപ്പ് ഉണ്ട്. നാലിന്റെയും ഫീച്ചേഴ്സ് ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് വൺ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഫസ്റ്റ് വൺ വരുന്നത്. ഹൈറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടും, അതാണ് ഫസ്റ്റ് വൺ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് നമ്മൾ പറയുന്ന പോലെ, അതായത് ഹൈറ്റ് കൂടി അതിന്റെ വിഡ്ത്ത്, ആ ഒരു ഡയമീറ്റർ, ആ ഒരു വിഡ്ത്ത് കൂടുന്നു. അടുത്തത് ഹൈറ്റ് കുറയുമ്പോൾ വിഡ്ത്ത് കൂടുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഹൈറ്റ് കൂടിയപ്പോൾ വിഡ്ത്ത് കൂടി. നെക്സ്റ്റ്, ഹൈറ്റ് റിമൈൻസ് ദ സെയിം. എല്ലാ സിലിണ്ടറിനും ഒരേ ഹൈറ്റ്, പക്ഷെ വിഡ്ത്ത് കൂടുന്നു, വിഡ്ത്ത് ചേഞ്ചസ്. അടുത്തത് വിഡ്ത്ത് റിമൈൻസ് സെയിം, ഹൈറ്റ് ചേഞ്ചസ്. അത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പിക്ചേഴ്സും ഷെയർ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഇത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തോ അല്ലാതെയോ കണ്ണു തുറന്നോ ഒക്കെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യുമ്പോൾ ഗ്രൂവിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കണം, വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് മുകളിൽ കൈയോ സ്കെയിലോ എന്തെങ്കിലും വെച്ചിട്ട് ലെവലാണോ എന്ന് നോക്കണം. നമ്മൾ കറക്റ്റ് പ്ലേസ് ചെയ്താൽ എല്ലാ സിലിണ്ടറിലും ലെവലിൽ നിൽക്കും. കാരണം ഇതിന്റെ ഹൈറ്റും വിഡ്ത്തും അനുസരിച്ചാണ് ഗ്രൂവ്. എല്ലാം വെച്ച് കഴിഞ്ഞു ഒറ്റ ലെവലില് നോബ് ഇങ്ങനെ മുകളിലായിട്ട് നിൽക്കണം. ആ രീതിയിലാണ് ഇതിനകത്ത് ഗ്രൂവിന്റെ ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് നോബ്ഡ് സിലിണ്ടറിന്റെ കാര്യമാണ് പറഞ്ഞത്. നോബ്ലെസ് ഉണ്ട്, അത് കളർ ആണ്. സിലിണ്ടേഴ്സ് കണ്ടോ, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ 4 കളേഴ്സിലാണ് നോബ്ലെസ് സിലിണ്ടേഴ്സ് കിട്ടുന്നത്. അതും ഇതുപോലെ തന്നെ 4 ടൈപ്പ് തന്നെയാണ്. അതിൽ യെല്ലോ എന്ന് പറയുന്നത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്താൽ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ആദ്യം നോബ്ലെസ്സിൽ പറഞ്ഞ അതേ ഫീച്ചർ. ഗ്രീൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിഡ്ത്ത് ഡിക്രീസ് ചെയ്യുന്നു, സെയിം തന്നെയാണ്. കാണിച്ചിരുന്നോ? അത് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇതിന്റെ കോമ്പിനേഷൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നോബ്ഡ് ആൻഡ് നോബ്ലെസ് സിലിണ്ടറിന്റെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് 5 എണ്ണാണ് നോബ്ഡില് വരുന്നത്. നോബ്ലെസ് നമുക്ക് ഫുൾ സെറ്റ് ഉണ്ട്, 10 പീസും ഉണ്ട്. അല്ല, റെഡിൽ ഒരെണ്ണം മിസ്സായി, അതിനെ ഒരെണ്ണം ഉണ്ടാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ പല ഇതിനെ കോമ്പിനേഷനും ചെയ്യാം. നോബ്ഡിനെയും നോബ്ലെസ് സിലിണ്ടേഴ്സിനെയും കമ്പൈൻ ചെയ്തിട്ട് പലതും ചെയ്യാം. നെക്സ്റ്റ്, കളർ ടാബ്ലറ്റ്സ്. കളർ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ കളർ ബോക്സ് എന്നൊക്കെ പറയും അല്ലെ. കളർ ബോക്സ് മാം, ഈ സിലിണ്ടർ ബോക്സ്, നോബ്ഡ് സിലിണ്ടർ ബോക്സ് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാം കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യണം? 4 ഒരുമിച്ച് പ്രസന്റ് ചെയ്യരുത്. ആ 4 എണ്ണത്തിലെ ആ സെറ്റിലെ ഒരെണ്ണം ആദ്യം എടുത്ത് പ്രസന്റ് ചെയ്യണം. അത് അവര് തറോ ആയതിനു ശേഷം വേണം നമ്മൾ അടുത്ത ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. കാരണം നമ്മൾ എപ്പോഴും സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ. ആദ്യം വളരെ സിമ്പിൾ ആയിട്ട്, സിംപ്ലിസിറ്റി, ബ്രിവിറ്റി ആൻഡ് ഒബ്ജക്ടിവിറ്റി, നമ്മൾ കൊടുക്കുന്ന ഫണ്ടമെന്റൽ ലെസൺ അങ്ങനെയായിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്ത് എന്തിനെ കുറിച്ചാണോ പറയേണ്ടത് അത് മാത്രം ചെയ്യാം. അപ്പൊ നോബ്ഡ് സിലിണ്ടറിൽ ഒരു ടൈപ്പ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് മേ ബി അവര് പല ദിവസം എടുത്തായിരിക്കും അത് മനസ്സിലാക്കുന്നത്. അത് കഴിയുമ്പോൾ സെക്കൻഡ് വൺ ചെയ്യും കൊടുക്കുക, തേർഡ്, ഫോർത്ത്, പിന്നെ അവര് 4ഉം കൂടെ ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെൻസോറിയൽ ഏരിയയിൽ നമ്മുടെ ക്രോമാറ്റിക് സെൻസ്, നമ്മുടെ കളർ മനസ്സിലാകുന്ന കളർ ടാബ്ലറ്റ്സ്, അതിനെ 3 ബോക്സസ് അല്ലെങ്കിൽ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കളർ ബോക്സ് ഫസ്റ്റ് വൺ ആണ് പ്രൈമറി കളർ ടാബ്ലറ്റ്സ്. 3 കളേഴ്സ് ആണുള്ളത്, റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ. ഇനി സെക്കൻഡറി കളർ ബോക്സിൽ 11 കളേഴ്സ് ഉണ്ട്. റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ,
ഗ്രേ, ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് വൈറ്റ്. ഇത് 11 കളേഴ്സ് നമ്മൾക്കുള്ള സെക്കൻഡറി കളർ ബോക്സിൽ 22 കളേഴ്സ് ഉണ്ട്. അതായത് ഓരോ കളറും 2 എണ്ണം വീതം ഉണ്ട്. അങ്ങനെ 22 പീസ് ഉണ്ട്. ഇനി ടേർഷറി കളർ ടാബ്ലറ്റ്സ് കുറേ എനിക്ക് ഒരു 1 മന്തായി ഞാനത് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം വെച്ചാല് ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്തു, ക്യാൻസലായി, അൺഅവൈലബിൾ എന്ന് പറഞ്ഞു വന്നു. റേറ്റ് ഉണ്ട് 4000 സംതിങ് എന്തോ ആണ്. സെക്കൻഡ് ടൈം ഓർഡർ ചെയ്തു, വീണ്ടും അത് അൺഅവൈലബിൾ എന്ന് ക്യാൻസലായി. ഇപ്പൊ തേർഡ് ടൈം ഞാൻ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിട്ടുമെന്ന് അറിയില്ല. ഇതില് കളർ ഷെയ്ഡ്സ് ആണ്, ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് ഓഫ് 63 ടാബ്ലറ്റ്സ് ആണ് ടേർഷറിയില്, മൂന്നാമത്തെ കളർ ടാബ്ലറ്റ്സില് കളർ ബോക്സിലുള്ളത്. ആ ഒരു ഫുൾ സെറ്റില് ഇവിടെ 9 കളേഴ്സ് ഓഫ് 7 ഡിഫറെന്റ് ഷെയ്ഡ്സ് അങ്ങനെയാണ് വരുന്നത്. 9 into 7 അങ്ങനെ 63 കളേഴ്സ് ടേർഷറി കളറിൽ വരുന്നത്. 9 കളേഴ്സ് ഓഫ് 7 ഡിഫറെന്റ് ഷെയ്ഡ്സ്. 9 കളേഴ്സ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്, അപ്പൊ റെഡിന്റെ ഒരു 7 ഷെയ്ഡ്സ്, ബ്ലൂവിന്റെ 7 ഷെയ്ഡ്, യെല്ലോയുടെ 7 ഷെയ്ഡ്. അപ്പോ ഈ കളർ ടാബ്ലറ്റ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോക്സിന് 9 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ ഓരോന്നിലും ഒരു കമ്പാർട്ട്മെന്റിൽ റെഡ് ആണെങ്കിൽ റെഡിന്റെ 7 ഷെയ്ഡ് ആ കമ്പാർട്ട്മെന്റ് മുഴുവൻ. അടുത്ത കമ്പാർട്ട്മെന്റ് ബ്ലൂവിന്റെ ആണെങ്കിൽ ബ്ലൂവിന്റെ 7 ഷെയ്ഡ്, പിന്നെ യെല്ലോ, പിന്നെ ഗ്രീൻ, പർപ്പിൾ, ഓറഞ്ച്, പിങ്ക്, ഗ്രേ, ബ്രൗൺ, ഇങ്ങനെ 9 കളേഴ്സിന്റെ 7 ഡിഫറെന്റ് ഷെയ്ഡാണ് ടേർഷറി കളർ ടാബ്ലറ്റിൽ വരുന്നത്. നമുക്ക് ടോട്ടൽ കളർ എന്ന് പറഞ്ഞാൽ 9 കളറാണ്. ബേസ് കളേഴ്സ് 9 എണ്ണമാണ്. ഈ ഓരോ കളറിനും 7 ഷെയ്ഡ്സ് ആയിട്ടാണ്. അപ്പൊ 9 into 7 63 കളർ ഷെയ്ഡ്സ് നമുക്ക് അതില് അവൈലബിൾ ആയിരിക്കും. ഇനീഷ്യലി നമ്മൾ പ്രൈമറി കളർ ടാബ്ലറ്റ് ആണ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അവരെന്നിട്ട് സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യും. ആ കളറിലുള്ള എന്തെങ്കിലും ഉണ്ടോ, അവരുടെ ഡ്രസ്സോ എന്തെങ്കിലും അങ്ങനെ എല്ലാമായിട്ട് അവർ റിലേറ്റ് ചെയ്യും. അപ്പം ഫസ്റ്റ് ഡേ തന്നെ 3 കളർ ബോക്സും നമ്മൾ അവരുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. അവർ ഫസ്റ്റ് കളർ പഠിച്ച് അതിന്റെ കളർ വരുന്നതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡറി ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. പിന്നെയാണ് നമ്മൾ ടേർഷറി ചെയ്യിക്കുമ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ട് കളർ മിക്സ് ചെയ്ത് പുതിയ കളർ ഉണ്ടാക്കിക്കും. ഫിംഗർ പെയിന്റിംഗ് ഒക്കെ ചെയ്യിക്കില്ലേ, സെയിം അതൊക്കെ ചെയ്യിക്കാം. ക്രൊമാറ്റിക് സെൻസ് ആണ് ഇംപ്രൂവ് ചെയ്യുന്നത്, കളർ അതിന്റെ ആ ഒരു സെൻസ്. അപ്പൊ ഈ ഓരോ മെറ്റീരിയൽസും ഉണ്ടാക്കുന്ന ഷേപ്പും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇത് സൂക്ഷിക്കുന്ന കണ്ടെയ്നേഴ്സും അതിനും വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തിന്റെങ്കിലും ഉള്ളിൽ കൊണ്ടിടുകയല്ല ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിരിക്കുന്ന കമ്പാർട്ട്മെന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് കഴിഞ്ഞ ദിവസം വന്നൊരു മെറ്റീരിയൽ ആണ്. അടുത്ത ഡെമോ ക്ലാസ്സിൽ ഞാനത് കാണിക്കും. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ്. കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ് നമുക്കതില് ബോക്സസ് ആയിട്ടാണ് കേട്ടോ. ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബോക്സ് ഉണ്ടാകും. എല്ലാത്തിലും കുഞ്ഞു ട്രയാങ്കിൾസ് ആണ് നിറച്ചു വെച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോക്സ് ഉണ്ടാകും. പിന്നെയുള്ളത് ഹെക്സഗൺ ഷേപ്പിലുള്ള 2 ബോക്സസ് ഉണ്ട്. അതിൽ ഒരു ബോക്സ് ലാർജ് ഹെക്സഗണും ഒരു ബോക്സ് സ്മോൾ ഹെക്സഗണും. പിന്നെയുള്ളത് 2 റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ബോക്സ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലെല്ലാം ട്രയാങ്കിൾസ് ആണ്. ഞാൻ അത് ഇരിക്കുന്ന ബോക്സിന്റെ ഷേപ്പും വലിപ്പമാണ് പറയുന്നത്. 2 റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ബോക്സ് അതെങ്ങനെയായിരിക്കും? ഒരെണ്ണം ലാർജ് ആയിരിക്കും, ഒരെണ്ണം സ്മോൾ ബോക്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ട്രയാങ്കിളും അതിനനുസരിച്ച് വലിപ്പം കൂടിയതായിരിക്കും. ലാർജ് സ്ക്വയർ ബോക്സിനകത്തും റെക്ടാങ്കിൾ ബോക്സിനകത്തും വലിപ്പം കുറഞ്ഞ ട്രയാങ്കിൾസ് ആയിരിക്കും സ്മോൾ റെക്ടാങ്കിൾ ബോക്സിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ ഉള്ള ബോക്സസ് ആണ്. അതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടോ ആവോന്ന് എനിക്കറിയില്ല. സ്മോൾ ഹെക്സഗൺ ബോക്സിന്റെ ഇത് ലാർജ് വൺ, മുകളിൽ റെക്ടാങ്കിൾ ബോക്സ്. ഇതിന്റെ ഉള്ളിലുള്ള ട്രയാങ്കിൾസ് ഒക്കെയാണ് പുറത്തെടുത്തിട്ടേക്കുന്നത്.
ഇത് നമുക്ക് മെറ്റീരിയൽ ഉണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡെമോയും കാണിക്കും. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ നേരിട്ട് വരുമ്പോഴും ചെയ്യാൻ പറ്റും. ഈ എന്താ പറയാ ട്രയാങ്കിൾസ് വെച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ മാത്രമല്ല ചെറിയ ചെറിയ ട്രയാങ്കിൾ ചേർത്ത് വെച്ച് വലിയ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ട്രപ്പീസിയം ഉണ്ടാക്കാനായിട്ട് പറ്റും, ഹെക്സഗൺ ഉണ്ടാക്കാൻ പറ്റും, റെക്ടാങ്കിൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പല പല ഷേപ്സ് നമുക്ക് ഈ ട്രയാങ്കിൾസ് വെച്ചിട്ട് ചെയ്യാം. സ്ക്വയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കുട്ടികൾ കൺസ്ട്രക്ഷൻ അല്ലെ, കൺസ്ട്രക്റ്റീവ് ട്രയാങ്കിൾസ്. കളറും നല്ല എന്താ പറയാ അട്രാക്റ്റീവ് കളറിലാണ് അവൈലബിൾ. യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രേ കളറിലുള്ള ട്രയാങ്കിൾസ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഈ ട്രയാങ്കിളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചില ട്രയാങ്കിളിന്റെ എഡ്ജിലൊക്കെ ഒരു ബ്ലാക്ക് ലൈൻ കണ്ടോ? അതാണ് അതിന്റെ ബേസ് ലൈൻ. അത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ റെഡ് 2 ട്രയാങ്കിൾ ആണ്. ഈ അതിന്റെ ബ്ലാക്ക് ലൈൻ ചേരുന്നതിനെ തമ്മിൽ ജോയിൻ ചെയ്യിച്ചിട്ടാണ് നമുക്ക് ഈ കൈറ്റ് പോലത്തെ ഷേപ്പ് അല്ലെങ്കിൽ റോംബസ് പോലത്തെ ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ബേസ് ലൈൻ ആണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ആ ഒരു ബ്ലാക്ക് ലൈൻ, ബ്ലാക്ക് വരുന്ന ഭാഗങ്ങളെ തമ്മിൽ ടച്ച് ചെയ്യിക്കുക. അങ്ങനെയാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതില് ഈ ട്രയാങ്കിൾ കണ്ടോ? 3 ട്രയാങ്കിൾസ് ചേർന്നിട്ടാണ് വലിയ ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 3 ട്രയാങ്കിളിന്റെ ബേസ് ലൈൻ ബ്ലാക്ക് വരുന്ന ഭാഗം അടുത്ത ട്രയാങ്കിളിന്റെ ബേസ് ലൈനുമായി ടച്ച് ചെയ്ത് അങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ആ ബ്ലാക്ക് ലൈൻസ് ആണ്. ബ്ലാക്ക് ലൈൻസ് ചേരുന്നതാണ് ടച്ച് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കേ, ഒരു റോംബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 2 ട്രയാങ്കിൾസ് ആയിരുന്നു റെഡ് കളറിൽ. അതിന്റെ ബ്ലാക്ക് ലൈൻ വരുന്നതാണ് ഒരുമിച്ച് ടച്ച് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ബ്ലാക്ക് ലൈൻ ആണ് നമ്മളുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് അതിനെ ചേർത്ത് വെക്കുന്നത്. അപ്പൊ അടുത്ത ദിവസം വരുമ്പോഴേക്കും നേരിട്ടും ചെയ്യാം. ക്ലാസ്സിൽ ഞാൻ ഇനി നെക്സ്റ്റ് വീക്കിൽ ഒരു 1.5 hour നമ്മുടെ വേറെ ക്ലാസ്സസ് ഒന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒരു ഡേ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ഒരു ഡെമോ ക്ലാസ്, അത് പകലേ പറ്റുള്ളൂ. ഒന്നും ഓഫീസ് ഓപ്പൺ ആവുന്ന സമയത്തല്ലേ പറ്റുള്ളൂ. 9 തുടങ്ങി 4:30 വരെ ആ സമയത്ത് ചെയ്യാം. അപ്പൊ എടുത്ത് വീഡിയോ എടുത്തതിന് സംശയം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബൈനോമിയൽ ക്യൂബ്സ് ഉണ്ട്, ട്രൈനോമിയൽ ക്യൂബ്സ് ഉണ്ട്. ഈ ട്രൈനോമിയൽ ക്യൂബ്സ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ട്രൈനോമിയൽ സ്ക്വയർ എന്നും പറഞ്ഞ് ജസ്റ്റ് അതിന്റെ ഒരു ബേസ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ട്രൈനോമിയൽ സ്ക്വയർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ബൈനോമിയൽ ക്യൂബ്സ് അത് 2 ലെയറിലാണ് വരുന്നത്. ജസ്റ്റ് പിക്ചർ ഒന്ന് കാണിച്ചേ. ഇത് നിങ്ങൾ കാണിച്ചോ ക്ലാസ്സിൽ? കാണിച്ചു മാം. അത് എളുപ്പമാണല്ലോ. ബൈനോമിയൽ ക്യൂബ്സ് കാണിച്ചു തന്നിട്ടുണ്ട്. ടു ലെയേഴ്സ് ഓഫ് ക്യൂബ്സ് ആൻഡ് ക്യൂബോയിഡ്സ് ആണല്ലേ. ബൈ എന്ന് പറഞ്ഞ 2 ആണ്. അപ്പൊ 2 ലെയേഴ്സ് ഓഫ് ക്യൂബ്സ് ആൻഡ് ക്യൂബോയിഡ്സ്. ആദ്യത്തെ ലെയറിൽ 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 പീസസ് അല്ലേ. ക്യൂബും ഉണ്ടാവും ക്യൂബോയിഡും ഉണ്ടാവും. 4 പീസസ്. സെക്കൻഡ് ലെയറിൽ അഗെയിൻ 2 സ്ക്വയർ, 4 പീസസ്. 4 + 4 8. അങ്ങനെ 2 ലെയറിലായിട്ട് 4 പീസസ് വെക്കുന്നു. ക്യൂബിന്റെയും ക്യൂബോയിഡ്സിന്റെയും വെക്കുന്നു. ടോട്ടൽ നമുക്ക് 8 നമ്പേഴ്സ് ഉണ്ടാകും. ബൈനോമിയൽ ക്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 നമ്പേഴ്സിൽ ക്യൂബും ക്യൂബോയിഡ്സും കൂടെ വരുന്നതാണ് ബൈനോമിയൽ ക്യൂബ്സ്. ഈ ട്രൈനോമിയൽ ക്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ എന്ന് പറഞ്ഞാൽ 3 അല്ലെ. അപ്പോൾ 3 ലെയർ ക്യൂബും ക്യൂബോയിഡും വരും ട്രൈനോമിയൽ എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് ലെയറിൽ 3 സ്ക്വയർ. എന്തോ താഴെ 3 ആണ്. 3 അല്ല, 3 സ്ക്വയർ എന്ന് പറയുമ്പോ എത്രയാ? 9. അതിന്റെ മുകളിൽ അഗെയിൻ 3 സ്ക്വയർ. അപ്പൊ 18. പിന്നെ ഒരു ലെയർ, 3 ലെയർ. ട്രൈ അല്ലേ, 3 ലെയർ. 27. യെസ്. അപ്പൊ 27 നമ്പേഴ്സ് ഉണ്ടാവും, 27 പീസസ് ഉണ്ടാകും ട്രൈനോമിയൽ ക്യൂബ്സിൽ. 3 ലെയറിൽ ക്യൂബ്സും ക്യൂബോയിഡ്സും. ഇനി ബൈനോമിയൽ ക്യൂബ്സ് ടീച്ചേഴ്സ് കാണിച്ചപ്പോ നിങ്ങൾ കണ്ടു അതില് 3 കളേഴ്സ് ആയിരുന്നു അല്ലെ. 3 കളറും അതിന്റെ കോമ്പിനേഷൻസും ഏതൊക്കെയായിരുന്നു? റെഡ്, ബ്ലൂ, ബ്ലൂ, ബ്ലാക്ക്.
പിന്നെ അത് തന്നെ കമ്പൈൻ ചെയ്തു. ചില പീസസിൽ ബ്ലാക്കും ബ്ലൂവും കൂടെ ഒരുമിച്ചുണ്ട്, ചില പീസസിൽ ബ്ലാക്കും റെഡും കൂടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതിന്റെ കോമ്പിനേഷൻ. ട്രൈനോമിയലില് ഈ 3 കളേഴ്സും ഉണ്ട്, കൂടാതെ എക്സ്ട്രാ ഒരു കളർ വരുന്നത് യെല്ലോ. ഓക്കെ, ഇത് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. പിക്ചർ ആയതുകൊണ്ട് മെറ്റീരിയൽ നേരിട്ട് കാണുന്നത് പോലെയല്ലല്ലോ പിക്ചറിൽ കാണുമ്പോൾ. ഈ പിക്ചർ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇതില് റെഡ് ആട്ടോ, ഓറഞ്ച് പോലെ കാണുന്നുണ്ട്. ആ റെഡ് കാണുന്നത് അതെന്ത് ഷേപ്പ്? സ്ക്വയർ അല്ലേ മാം? സ്ക്വയർ. ഓക്കെ, സ്ക്വയർ. ഇനി ഈ ബ്ലൂ സ്ക്വയർ തന്നെ. സ്ക്വയർ തന്നെയാണ്. അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് സ്ക്വയറിന് 2 മെഷർമെന്റ്സ് ആണുള്ളത്. ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആണ് അല്ലേ? ഇപ്പൊ ഞാൻ കാണിച്ച റെഡിന്റെ സൈഡിന്റെ ലെങ്ത് എ ആണെന്ന് വിചാരിക്കാം, സ്മോൾ ലെറ്റർ എ. ബ്ലൂവും സ്ക്വയർ ആണ്, അതിന്റെ സൈഡ് ബി ആണെന്ന് കരുതുക. സ്ക്വയറിന്റെ ഏരിയ എന്താ? സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ എ സൈഡ് ആയിട്ട് വരുന്ന സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? എ സ്ക്വയർ. എ സ്ക്വയർ. ബി സൈഡ് ആയിട്ട് വരുന്ന സ്ക്വയറിന്റെ ഏരിയ എന്തായിരിക്കും? ബി സ്ക്വയർ. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾ അത് സമ്മതിച്ചു. റെഡിന്റെ സൈഡ് എ ആണ്, എ സ്ക്വയർ അതിന്റെ ഏരിയ. ബ്ലൂവിന്റെ സൈഡ് ബി ആണ്, ബി സ്ക്വയർ അതിന്റെ ഏരിയ. ഈ ബ്ലാക്ക് ക്യൂബോയിഡ് ആണ്, മീൻസ് റെക്ടാംഗിൾ ആണല്ലേ ഷേപ്പ്. ഈ ബ്ലോക്സിന്റെ അല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വരച്ചിരിക്കുന്ന പടത്തില് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് റെക്ടാംഗിൾ ഷേപ്പ് അല്ലേ? അതിന്റെ ഈ സൈഡ് ബ്ലൂവുമായിട്ട് ചേർന്നിരിക്കുന്ന സൈഡ് ബ്ലൂവിന്റെ സൈഡിന്റെ അതേ മെഷർമെന്റ് അല്ലേ? ഈ ബ്ലൂവിനോട് ചേർന്നിരിക്കുന്നതിന്റെ ലെങ്ത്തും ഈ ബ്ലൂ സ്ക്വയറിന്റെ ലെങ്ത്തും സെയിം അല്ലേ? അതെ മാം. ആ ഒരു റെക്ടാംഗിളിന്റെ ഒരു സൈഡ് ബി. ഈ റെഡിനോട് ചേർന്നിരിക്കുന്ന സൈഡും റെഡിന്റെ സൈഡും ഒരേ ലെങ്ത് അല്ലേ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. യെസ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. സോ ഇതിന്റെ ഏരിയ, ഈ റെക്ടാംഗിളിന്റെ ഏരിയ എ ഇൻറ്റു ബി അല്ലേ? എ ബി. അതുപോലെ തന്നെ റെക്ടാംഗിളിന്റെ സൈഡ് എ ബി അല്ലേ? റെഡിനോട് ചേർന്നിരിക്കുന്നു, ബ്ലൂവിനോട് ചേർന്നിരിക്കുന്നു. അതിന്റെ ഏരിയ എ ഇൻറ്റു ബി അല്ലേ? നമ്മൾ കുട്ടികൾക്ക് നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, അതായത് ഇത് എല്ലാം ആഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി, ഈ 4 ഷേപ്പിന്റെ ഏരിയ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ അല്ലെ? അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ആൾജിബ്രയിലെ ഐഡന്റിറ്റി ആണത് അല്ലെ? നമ്മളത് ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? 8ാം ക്ലാസ്. ഇത് കുട്ടികള് എവിടെയാ 6 വയസ്സിനുള്ളിൽ അവരത് മനസ്സിലാക്കുക. എന്ത് യൂസ് ചെയ്തിട്ടാ? ഈ ഷേപ്സ് യൂസ് ചെയ്തിട്ട്, ക്യൂബും ക്യൂബോയിഡും യൂസ് ചെയ്ത്. അവർക്ക് ഓൾജിബ്ര എന്താണോ ഐഡന്റിറ്റി എന്താണോന്ന് അറിയില്ല, പക്ഷെ ഈ ഷേപ്സ് വെച്ചിട്ട് നമ്മൾ അതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരു പ്ലസ് സൈൻ വെച്ചു കൊടുക്കുന്നു. അവർക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള രീതിയിൽ. അതാണ് പഠിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് അറിയോ മാം? ഇല്ല, അവര് പിന്നെ ഹയർ ക്ലാസ്സിൽ വരുമ്പം അവർക്കത് ഒരു പുതിയ കാര്യമല്ല. അവർക്ക് മനസ്സിലാകും ക്യൂബും ക്യൂബോയിഡും കൂടെ, മീൻസ് സ്ക്വയറും റെക്ടാംഗിളും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ആ ഒരു ഐഡന്റിറ്റി കിട്ടിയെന്നുള്ളത് അവർക്ക് ഓർമ്മ വരും. കാരണം ഇതവരുടെ ബേസ് ടൈം അല്ലേ, ഫൗണ്ടേഷൻ. നമ്മൾ കാണാതെ പഠിപ്പിക്കൊന്നും അല്ല അവരെ. ഞങ്ങളൊക്കെ പഠിച്ചത് അതാണ്. അങ്ങനെയാണെങ്കിൽ ട്രൈനോമിയലിൽ എന്തായിരിക്കും? എ പ്ലസ് ബി ഹോൾ ക്യൂബ്. ജസ്റ്റ് നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം. അതിനു വേണ്ടി ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്യൂബ് കിട്ടാതിരുന്നിട്ട് ഞാൻ ട്രൈനോമിയൽ സ്ക്വയർ എന്നും പറഞ്ഞു ഒറ്റ ലെയർ മാത്രം വാങ്ങിച്ചത്. 3 സ്ക്വയർ മാത്രമുള്ള 9 പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കൂ, റെഡ് ആണ് സ്ക്വയർ അല്ലേ? അതിന്റെ സൈഡ് എ ആണെങ്കിൽ
അതിന്റെ ഏരിയ എന്താ? A square. ബ്ലൂ ഒരു സ്ക്വയർ ഷേപ്പ് ആണ്. ബ്ലൂവിന്റെ സൈഡ് ബി ആണെങ്കിൽ B square. സ്ക്വയർ. അടുത്തത് യെല്ലോ കളർ അടുത്ത സ്ക്വയർ. അതിങ്ങനെ ഡയഗണലി നോക്കുമ്പോ ഇത് സി സ്ക്വയർ ആയി അല്ലേ? എ സ്ക്വയർ, ബി സ്ക്വയർ, സി സ്ക്വയർ ആയി. ബാക്കി എല്ലാം റെക്ടാംഗിൾസ് അല്ലേ? റെഡിനോട് ചേർന്നിരിക്കുന്നതിന്റെ സൈഡ് എ, ബ്ലൂവിനോട് ചേർന്നിരിക്കുന്നതിന്റെ സൈഡ് ബി. അപ്പൊ ഇത് എ ബി, ഇതും എ ബി. അപ്പൊ 2 AB കിട്ടി, 2 AB. അടുത്തത് ബിനോടും ചേർന്നിരിക്കുന്നു, സിനോടും ചേർന്നിരിക്കുന്നു, ബി സി. ഇതും സെയിം തന്നെ, ബി സി. ഇത് എ സി. നമുക്ക് 2 AC കിട്ടും, 2 AB കിട്ടും, 2 BC കിട്ടും. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 2AB പ്ലസ് 2BC പ്ലസ് 2AC. എ പ്ലസ് ബി പ്ലസ് സി ദ ഹോൾ സ്ക്വയർ. 3 എണ്ണത്തിന്റെ ഹോൾ സ്ക്വയർ. ക്ലിയർ ആയിരുന്നു? ഇത് മാം ശരിക്കും മറന്നുപോയത് ഓർമ്മിപ്പിക്കുക മാം ഇത് പഠിക്കുമ്പോ. ഞാൻ 10th വിട്ടതാ, ഞാൻ കോമേഴ്സ് ആണ്. 10th എ സ്ക്വയറും ബി സ്ക്വയറും അപ്പൊ വിട്ടിട്ട് ഇപ്പൊ പിന്നെയും ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് പുതിയതായിരിക്കുക. ഒക്കെ എന്തോ എവിടെയോ കേട്ടൊരു ഓർമ്മ വരിക അപ്പൊ ഇത് പഠിക്കുമ്പോ, മാം പറയുമ്പോ. നമ്മളിത് പഠിക്കുമ്പോ എന്തോ നമ്മളിത് ഗെയിമായിട്ടാണ്, ഗെയിം പോലെ നമ്മൾ കാണുന്നത്. എങ്ങനെയൊക്കെയാണ് എ സ്ക്വയറും ബി സ്ക്വയറും വന്നെന്നുള്ളതാണ് ഇപ്പൊ അറിയുന്നത്. ഇത് ശരിക്കും നമ്മൾ സ്റ്റാക്ക് ചെയ്യുന്നത് മാത്രമാണ് ചെയ്യിക്കുന്നത് കളർ കോമ്പിനേഷൻ വെച്ചിട്ട്. പിന്നെ ഞാൻ ഓർത്തു ഇതും കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേക്കാം. അത് സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഇതും കൂടെ ഒന്ന് ഓർമ്മ ഉണ്ടാവുന്നത് നന്നായിരിക്കും, ആ ഒരു ഐഡന്റിറ്റിയും കൂടെ കണക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ടച്ച് ബോർഡ്സ്. ടച്ച് ബോർഡ്സ് കാണിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതിൽ ഫസ്റ്റ് വൺ ടച്ച് ഫാബ്രിക്സ് ഒന്ന് പറയാം. നമുക്ക് ഈസിലി കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ടച്ച് ഫാബ്രിക്സ്. ഏതെങ്കിലും ടൈലറിംഗ് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹാൻഡ് കർച്ചീഫ് അതിന്റെ അത്രയുള്ള പീസസ് ചിലപ്പോൾ അവർ കട്ട് ചെയ്ത് പോയതിലൊക്കെ ഉണ്ടായിരിക്കും. അതില് സിൽക്കിന്റെ പീസ് കാണും, കോട്ടന്റെ പീസ് കാണും, ലിനന്റെ പീസ് കാണും, കോട്ടൺ സിൽക്കിന്റെ മിക്സിന്റെ സിൽക്ക് കോട്ടൺ ആ ഒരു പീസ് കാണും. അങ്ങനെ അത് നാച്ചുറൽ ഫൈബേഴ്സ് വരുന്ന ജൂട്ട് ഉണ്ടാവും. ഫൈബേഴ്സ് വരുന്ന രീതിയിലുള്ള ക്ലോത്ത് മാത്രം കളക്ട് ചെയ്യുക, സിന്തറ്റിക് എടുക്കാതിരിക്കുക എന്നുള്ളത്. ഈ ചില ആളുകളെ കണ്ടിട്ടില്ലേ, പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ അവരെയും കൊണ്ട് ചിലപ്പോൾ പോവുകയാണെങ്കിൽ അവര് തൊട്ട് നോക്കിയിട്ട് പറയും പ്യുവർ സിൽക്ക് ആണോ, പ്യുവർ കോട്ടൺ ആണോ, ലിനൻ ആണോ എന്നല്ലേ. കാരണം അത് ആ ഒരു സെൻസ് അവർക്ക് നല്ല പോലെ ഉണ്ടായിരിക്കും. നമുക്കൊക്കെ ചിലപ്പോൾ പോളിസ്റ്ററും ഇതും കൂടെ ഒന്നും ചിലപ്പോൾ തിരിച്ചറിയില്ലായിരിക്കും, എന്തെങ്കിലും മിക്സ് വന്നാലൊന്നും തിരിച്ചറിയില്ല. ചിലർ കളറ് പോകുന്നതാണോ എന്നും കൂടെ പറയും. അങ്ങനെയൊക്കെ ഫാബ്രിക്സ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കുറെ മനസ്സിലാവും. ടച്ച് ഫാബ്രിക്സ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ടൈലറിംഗ് ഷോപ്പിൽ പോയിട്ട് ഹാൻഡ് കർച്ചീഫ് സൈസിൽ കട്ട് പീസസ് കിട്ടുവാണെങ്കിൽ അത് അവർ കളയുന്നതായിരിക്കും, ഫുള്ള് കൊണ്ട് കളയും. അതെടുത്തിട്ട് അത് നമ്മൾ നല്ലപോലെ അതിന്റെ സൈഡ് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിച്ചിങ് നല്ലപോലെ അറിയാവുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഡ്രസ്സിൽ നിന്ന് ഏതെങ്കിലും പീസസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് സൂക്ഷിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ടച്ച് ഫാബ്രിക്സ് ഇങ്ങനെ ഹാൻഡ് കർച്ചീഫ് പോലെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ കൊണ്ട് അങ്ങനെ ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്ന എല്ലാം ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ പെയർ ആക്കി വെക്കണം. പെയറോ അല്ലെങ്കിൽ 4 പീസ് ഒരേ ടെക്സ്ചറിൽ, ഒരേ ആ ഒരു ടെക്സ്ചറിൽ വരുന്നതിന് 4 പീസസ് ഒക്കെ വെച്ചിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കുട്ടികൾ അത് പെയർ ചെയ്യണം, ഒരേ ഇത് വരുന്ന ടച്ചിൽ വരുന്നത്. ഓക്കെ, ടച്ച് ഫാബ്രിക്സ് അത്. പിന്നെ ടച്ച് ബോർഡ്സ്, അതുപോലെ തന്നെ ടച്ച് ടാബ്ലറ്റ്സും ഉണ്ട്. ടച്ച് ടാബ്ലറ്റ്സ് നമ്മുടെ കയ്യിലുള്ള ടച്ച് ടാബ്ലറ്റ്സ് ആണ്. പല ടൈപ്സ് ഉള്ള ടെക്സ്റ്റേർഡ് ആയിട്ട്, സാൻഡ് പേപ്പർ ടെക്സ്റ്റേർഡും ഉണ്ട്, അല്ലാതെയുള്ള ബോർഡ്സ് പോലെ പല ടെക്സ്ചർ മെറ്റീരിയലിലുള്ളതും. അത് പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ പെയർ ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ടച്ച് ബോർഡ്സും ടച്ച് ടാബ്ലറ്റ്സും. ഓക്കെ, പിന്നെ പാരിക് ടാബ്ലറ്റ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മ. അത് വരാൻ ചിലപ്പോൾ ഡിലേ ആവുമെന്നറിയില്ല. പാരിക് ടാബ്ലറ്റ്സും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആണ്. അതിന് പല വെയിറ്റ് ആയിരിക്കും. കാണുമ്പോൾ എല്ലാം ഒരേ സൈസിലും ഷേപ്പിലും ഒക്കെ തോന്നും. പക്ഷെ ഓരോന്നിന്റെ വെയിറ്റ്
ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ തെർമിക് ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്, ഗ്ലാസ് പീസ് ഒക്കെ ചില സമയത്ത് പിടിക്കുമ്പോൾ ഒരു തണുത്ത ഒരു ഇതല്ലേ ഇരിക്കുന്നത്. അതുപോലെ സ്റ്റീലിൽ തൊടുമ്പോൾ വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും, ഗ്രാനൈറ്റിൽ തൊടുമ്പോൾ വേറൊരു ടെമ്പറേച്ചർ ആയിരിക്കും. അങ്ങനെ അതാണ് തെർമിക് ടാബ്ലറ്റ്സ് വരുന്നത്. ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരിക്കും, ഡിഫറൻസ് ഇൻ ടെക്സ്ചറും ആയിരിക്കും. ഗ്ലാസ്സിൽ തൊടുന്ന പോലെ ആയിരിക്കില്ല സ്റ്റീലിൽ തൊടുമ്പോഴുള്ള ഫീല്. അങ്ങനെ അതും ഇതുപോലെ തന്നെ പെയർ ചെയ്യാനുള്ളതാണ്. പിന്നെ സിലിണ്ടേഴ്സിൽ വരുന്നതാണ് സൗണ്ട് സിലിണ്ടേഴ്സ്. അത് നമുക്ക് അവൈലബിൾ ആണ്. എന്തെങ്കിലും മെറ്റീരിയൽ ഇട്ടിട്ട് നമ്മൾ അതിന്റെ സൗണ്ട്സ് നോക്കാം. അതിപ്പോ ബീഡ്സ് ഇട്ടിട്ട് സൗണ്ട് നോക്കാറുണ്ട്. ഒരു ബീഡ് ഇടുമ്പോഴുള്ള സൗണ്ട് ആയിരിക്കില്ല 2 ബീഡ് ഇടുമ്പോ. പിന്നെ ചെറിയ സാൻഡ് പാർട്ടിക്കിൾസ് ഇട്ടിട്ട് ഇടാൻ നോക്കാം സൗണ്ട്. ഓഡിറ്ററി സെൻസ് ഇംപ്രൂവ് ചെയ്യും. ചെറിയ ശബ്ദവും വലിയ ശബ്ദവും അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാവും. നമുക്ക് ഒരേ 2 സിലിണ്ടറിൽ ഒരേപോലെ മെറ്റീരിയൽസ് ഇട്ടിട്ട് അങ്ങനെ പെയർ ആക്കി ചെയ്ത് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് ഓരോന്നായിട്ട് കേൾപ്പിച്ച് അത് പെയർ ചെയ്യിക്കാം. അതും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ചെയ്യിക്കാവുന്ന. പിന്നെ പ്രഷർ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേനയുടെ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന പോലെ നിബ് ഉണ്ടാവില്ലേ, അതുപോലുള്ളതായിരിക്കും. ചിലത് നല്ല സ്മൂത്ത് ആയിരിക്കും, ചിലത് പ്രസ് ചെയ്യാൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അപ്ലൈ ചെയ്യുന്ന പ്രഷറിന്റെ ഡിഫറൻസ് അതും ഇതുപോലെ തന്നെ പെയർ ചെയ്യാവുന്ന രീതിയിലുണ്ട്. പ്രഷർ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ മാത്സ് ഏരിയയിൽ ആണ് ശരിക്കും ജോമെട്രിക്കൽ ക്യാബിനറ്റ് ആൻഡ് ഇൻസെക്ട്സ് എന്നുള്ളത്. അത് സെൻസോറിയൽ ഏരിയയിൽ നമ്മളത് പറയുന്നുണ്ട്. പല ടൈപ്പ് ട്രയാങ്കിൾസ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമായിരിക്കുമല്ലോ അല്ലെ. അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ആംഗിൾസും 90 90 ഡിഗ്രി കുറവ്. പിന്നെ ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി കൂടുതൽ. ഒരു ആംഗിള് 90 ഡിഗ്രിയിൽ കൂടുതൽ. ഐസോസിലസ് ട്രയാങ്കിളോ 2 sides ഈക്വൽ. ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സ്കേലിയൻ ട്രയാങ്കിളോ 3 സൈഡും ഡിഫറെന്റ്. 3 സൈഡും 3 ആംഗിളും ഡിഫറെന്റ് ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ all sides angles equal. ഒപ്റ്റ്യൂസ് സ്കേലിയൻ എന്ന് പറഞ്ഞാലോ ഒരു ആംഗിള് 90 കൂടുതൽ. മറ്റേതൊക്കെ സൈഡ്സ് എല്ലാം ഡിഫറെന്റ്. ഇനി റൈറ്റ് ആംഗിൾ സ്കേലിയൻ എന്ന് പറഞ്ഞാലോ ഒരാംഗിള് 90 ഡിഗ്രി വേറെ ഒരു 65 40 അങ്ങനൊക്കെ. സ്കേലിയൻ എന്ന് പറയുമ്പോൾ സൈഡ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിളോ 3 വശവും 3 സൈഡും ആംഗിളും എല്ലാം ഈക്വൽ. അങ്ങനെ കുറെ അതൊക്കെ നിങ്ങൾക്ക് വരച്ചു വെക്കാം കേട്ടോ. ഓരോ ടൈപ്പ് ആംഗിൾസും ഇതുപോലെ വരച്ചു വെക്കാം. അതിന്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി ഞാനതെല്ലാം വരച്ചതാണ്. ഹെക്സഗൺ ഒക്കെ വരച്ചിട്ടുണ്ട്. ഹെക്സഗൺ, പെന്റഗൺ, ഹെപ്റ്റഗൺ ഒക്കെ വരച്ചു വെക്കാം. നമുക്ക് ഈ ജോമെട്രിക്കൽ ആ ഒരു ക്യാബിനറ്റിലുള്ള ഷേപ്സ് എല്ലാം ഇതുപോലെ വരച്ചു വെക്കാം. പുതിയ ഷേപ്സ് ഒന്ന് ജസ്റ്റ് കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു ഷേപ്പ് ഉണ്ടോ, ബൂമറാങ്ങിന്റെ ഷേപ്പ് ഉള്ളത്? ഷെവ്രോൺ എന്നാണ് ഷേപ്പിന് വരുന്ന പേര്, ഷെവ്രോൺ. അതുപോലെ താഴെ കർവ് ലീനിയർ ട്രയാങ്കിൾ. ഇത് നമ്മള് ഒരു കർവ് പോലെയാണ് സൈഡ്സ് വരുന്നത്. നെക്സ്റ്റ് ഇത് ക്വാഡ്രഫോയിൽ, ഒരു ഫ്ലവർ ഷേപ്പിലെ ക്വാഡ്രഫോയിൽ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഷേപ്പ്, ഓവൽ ഷേപ്പ്, എലിപ്സ്, റൈറ്റ് ആംഗിൾ, ട്രപ്പീസിയം ഇതൊക്കെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. കാരണം ആ ജോമെട്രിക്കൽ ക്യാബിനറ്റ്സിലുള്ള ഷേപ്സ് ആണ്. അത് നമ്മൾ വരച്ചു വെക്കണം. അതെല്ലാം വരയ്ക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ, അതായത് മെറ്റൽ കൊണ്ടുള്ള ഇൻസെക്ട്സ് ആണ്. നമുക്ക് വുഡന്റെ ഉണ്ട് കേട്ടോ, വുഡൻ ഇൻസെക്ട്സ് ഉണ്ട്. ഈ ഷേപ്സ് എല്ലാം വരുന്നുണ്ട് ആ വുഡൻ ഇൻസെക്ട്സിൽ. ഇത് മെറ്റലിന്റെ ആണെങ്കിൽ വാങ്ങിയിട്ടുള്ളത്
വുഡൻ ഇൻസെക്ട്സ് ആണ്. അതില് ബേസ് പിങ്കും ആയിരിക്കുന്ന ആ ഷേപ്പ് ഒക്കെ ബ്ലൂ ആണ്. അപ്പൊ നമുക്കതിങ്ങനെ അതിൽ നിന്ന് എടുക്കാം. പണ്ട് എനിക്ക് എന്റെ പേര് മറന്നു, ഒരു സാധനം വാങ്ങില്ലായിരുന്നു, സ്കെയിലിന്റെ അതേ മെറ്റീരിയൽ ഉള്ളത്. അതിന്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ചുമ്മാ പേന വെച്ച് കുത്തി വരച്ചതങ്ങ് എടുക്കുമ്പോഴേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഒക്കെ കിട്ടില്ലേ? എന്താ അതിന് പറയുന്ന പേര്? ഇങ്ങനെ സെറ്റ് ആയിട്ടൊക്കെ വാങ്ങാൻ കിട്ടും. ആ സംഭവം മനസ്സിലായോ? നമ്മളിങ്ങനെ ചുമ്മാ മനസ്സിലായി. ഈ അതായത് ഈ അമ്പലത്തിലും ഉത്സവത്തിലും ഒക്കെ ഇല്ലേ, ഈ പാണ്ടിക്കാരന്മാര് ഇങ്ങനെ വരച്ച് ഇങ്ങനെ പേപ്പറിനകത്ത് ഇങ്ങനെ ഭയങ്കര ഡിസൈൻ ചെയ്ത് കാണിക്കും. അത് കാണുമ്പോ പല ഷേപ്സ്. അതെ, കുത്തി വരയ്ക്കാൻ തോന്നും. ഇതൊന്ന് എടുത്തു കഴിയുമ്പോഴായിരിക്കും ഭയങ്കര ഡിസൈൻ അല്ലേ? സെയിം തന്നെ നമുക്ക് വുഡിന്റെ ആണെങ്കിലും ഇൻസെക്ട്സ് ഉണ്ട്. നമുക്ക് ക്ലാസ്സിൽ കാണിക്കാം. എന്നാൽ അതിനു മുമ്പ് ഞാനൊരു ചെറിയ ഐഡിയ നിങ്ങൾക്കൊന്ന് തരാനാണേ. ഇതില് കണ്ടോ, സർക്കിൾ ഷേപ്പിലുള്ള ഒരിത്, ഈ ബ്ലൂ എന്റെ മുകളിലൊരു പൊട്ട് പോലെ കണ്ടോ, നോബാണേ. അതിലിങ്ങനെ പൊക്കിയെടുക്കുമ്പോ ആ സർക്കിളിന്റെ ആ ഷേപ്പ് ബ്ലൂ സാധനം നമുക്കിങ്ങ് പോരുമ്പോ എന്താ, അതിന്റെ ബേസില് ആ സർക്കിൾ എടുത്തതിന്റെ അത്രയും ഗ്യാപ്പ് ആയിരിക്കും. അതായത് ഇങ്ങനൊരു ഗ്യാപ്പ് വരും, ഒരു വട്ടം പോലെ ഗ്യാപ്പ് വരും അല്ലെ? അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നത് ഈ എടുക്കുന്ന സർക്കിളിനെ ഒരു പേപ്പറിൽ വെച്ചിട്ട് ആ സർക്കിളിന്റെ ഔട്ട്ലൈൻ കുട്ടിയെ കൊണ്ട് വരപ്പിക്കാം. ക്ലോക്ക് വൈസ് വരപ്പിക്കാം, ആന്റി ക്ലോക്ക് വൈസ് വരപ്പിക്കാം. സർക്കിൾ ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ സർക്കിളിനെ ഇവിടെ നിന്ന് മാറ്റി കഴിയുമ്പം ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഗ്യാപ്പ് ആയിട്ട് കിട്ടുമല്ലോ. ഈ ഇതിനകത്ത് മഞ്ഞയാണ്, ആ മഞ്ഞയുടെ അടിയിലേക്ക് ഒരു പേപ്പർ വെക്കുക. സർക്കിളിന്റെ ആ ഒരു ബ്ലൂ പാർട്ട് നമ്മൾ മാറ്റി. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് പേപ്പർ റൗണ്ട് ആയിട്ട് കാണാൻ പറ്റും. അതിന്റെ അടിയിലേക്ക് നമ്മൾ പേപ്പർ വെക്കുമ്പോൾ പേപ്പർ ഇങ്ങനെ റൗണ്ട് ആയിട്ട് കാണാൻ പറ്റും. പ്ലെയിൻ പേപ്പർ വേണം, നോക്കട്ടെ. ഞാനിവിടെ ഇരുന്ന ഒരു ഇത് കേട്ടോ, ഇങ്ങനെ നമുക്ക് പേപ്പർ കാണാൻ പറ്റും റൗണ്ട് ഷേപ്പില്. നമ്മൾ കളർ പെൻസിൽസ് എടുക്കണം. കളർ പെൻസിൽ ഭയങ്കര ഡിഫറെന്റ് കളർ 12 ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ശരിക്കും താഴെ നിന്ന് മുകളിലേക്കാണോ, ഓൾമോസ്റ്റ് എല്ലാ ലെറ്റേഴ്സും W ഒന്നുമല്ല, താഴെ നിന്ന് മുകളിലേക്കാണോ മുകളിൽ നിന്ന് താഴേക്കാണോ കൂടുതൽ എഴുതുന്നത്? താഴെ നിന്ന് മുകളിലേക്ക് അല്ലെ? പിന്നെ നമ്മളുടെ ഓൾമോസ്റ്റ് മിക്ക ലാംഗ്വേജും ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ എഴുതുന്നത്? അറബി മാത്രല്ലേ റൈറ്റ് ടു ലെഫ്റ്റ് ഉള്ളത് അല്ലെ? ഓക്കെ, നമ്മൾ പഠിക്കുന്ന മിക്ക ലാംഗ്വേജുകളും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ്, അതായത് സർക്കിൾ ഷേപ്പിലുള്ള ആ ഇൻസെക്ട് മാറ്റി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി. അപ്പൊ കളർ പെൻസിൽ കൊടുത്തിട്ട് കുട്ടിക്ക് താഴെ നിന്ന് മുകളിലേക്കും ഇങ്ങനെ ഈ ബൗണ്ടറിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വരപ്പിക്കുക. അടുത്ത കളർ എടുത്തിട്ട് വീണ്ടും അതിന്റെ മുകളിലൂടെ വരപ്പിക്കുക. അങ്ങനെ കുറെ കളർ എടുത്തിട്ട് അങ്ങനെ വരപ്പിച്ചു കഴിഞ്ഞിട്ട് ഈ നോക്കുമ്പോ നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ ഒരു ഡിസൈൻ കിട്ടും. ക്ലിയർ ആയോ? സർക്കിൾ എടുത്തുകൊണ്ടാണിത്. നമുക്ക് ആ മെറ്റീരിയൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വരച്ചു നോക്കാം. ഓക്കെ, പിന്നെ സിലിണ്ടറിൽ നമ്മൾ സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. സ്മെല്ലിംഗ് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓഫ് സ്മെൽ, ഓൾഫാക്ടറി സെൻസ് ഇൻക്രീസ് ചെയ്യും. കുട്ടികൾക്ക് ഡിഫറെന്റ് സ്മെൽസ് കമ്പയർ ചെയ്യാനും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഭയങ്കര തീക്ഷ്ണമായിട്ടുള്ള സ്മെല്ല് വരുന്ന ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിങ്ങനെ കറുവപ്പട്ടയൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വർക്കാവുന്നത്. ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് അതിന്റെ മണം ജാസ്മിൻ ഫ്ലവറോ റോസ് പെറ്റൽസോ ഒക്കെ ഇട്ടിട്ട് മണപ്പിക്കുക. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും കുട്ടികൾക്ക്, ഇത് എന്ത് സ്മെല്ലാണ്. അപ്പൊ നമുക്ക് 2 സിലിണ്ടറിൽ ഒരേ സ്മെല്ല് ഇട്ടിട്ട് പെയർ ചെയ്യിക്കാം, അങ്ങനെയൊക്കെ ചെയ്യും. സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ് നമ്മൾ സാധാരണ ഡൈനിങ് ഹാളില്, ചില വീടുകളിൽ ഉണ്ടാവും, ഹോട്ടൽസിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാവും. ടേബിളില് പെപ്പർ ഇട്ട് വെക്കും, അതുപോലെ തന്നെ സോൾട്ട് ഒക്കെ ഇട്ട് വെക്കും അല്ലെ? ചിലയിടത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുമായിരിക്കും. നമ്മുടെ ഫുഡിൽ ആവശ്യമില്ലെങ്കിൽ എന്തെങ്കിലും മസാലയൊക്കെ ഇട്ട് നമുക്കിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തെടുക്കാം. അതുപോലെയാണ് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സിന്റെ ഷേപ്പും. അതുപോലെ കുഞ്ഞു ഹോള് വരുന്ന രീതിയിലുള്ള
സിലിണ്ടറിക്കൽ ഷേപ്പിൽ നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കാൻ പറ്റുന്ന അടപ്പുള്ളതാണ് സ്മെല്ലിംഗ് സിലിണ്ടേഴ്സ്. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. മ്യൂസിക്കൽ ഏരിയയില് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അത് കുട്ടികളുടെ എൻജോയ്മെന്റ്, അവരുടെ ഒരു ക്രിയേഷൻ അല്ലെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വയ്ക്കുന്നത്. പിന്നെ സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൂടുതലും ഗ്ലോബ്, മാപ്പ്, പിന്നെ ഗാർഡൻ ഉണ്ടാവും. ചില സ്കൂളുകളിൽ പെറ്റ്സ് ഉണ്ടായിരിക്കും. ചില സ്കൂളുകളിൽ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടാവും. കുട്ടികൾ അതൊക്കെ ടേക്ക് കെയർ ചെയ്യും, വാട്ടറിങ് ചെയ്യും. പിന്നെ വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാവും. പിന്നെ സാൻഡ് പിറ്റ് ഏരിയ ഉണ്ടാവും, മണ്ണ് കുഴയ്ക്കാനും മണ്ണിലിങ്ങനെ അങ്ങനെ മണ്ണിനോട് ചേർന്ന് ഒരു നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണല്ലോ പറയുന്നത്. ചെടി നടും കുട്ടികൾ, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. പിന്നെ ഈ പറയുന്ന നമുക്ക് ബാക്കി എല്ലാ ലാംഗ്വേജും മാത്സും എല്ലാം നേച്ചറിൽ നിന്ന് പലതും എടുത്ത് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ പോയ സ്ഥലത്ത് ഞാൻ ചെയ്യിച്ചായിരുന്നു ലീഫ് കളക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ 5 ഏരിയയിൽ വരുന്ന കാര്യങ്ങള്. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസ് വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയിൽ നിങ്ങൾക്ക് പിക്ചേഴ്സ് കളക്ട് ചെയ്യാട്ടോ. ഞാനും പിക്ചേഴ്സ് കളക്ട് ചെയ്ത് അത് ഒട്ടിക്കുമായിരുന്നു ചെയ്തത്. ഗ്ലോബും അറ്റ്ലസും മാപ്പും ഒക്കെ വരുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്ത് ഒട്ടിച്ചത് പറഞ്ഞു വിട്ടു. പിന്നെ ക്ലോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് റൗണ്ടിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ചില പ്ലേസ് ഒക്കെ വെക്കും. ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനുള്ളൊക്കെ ഒരു സൗകര്യങ്ങൾ ഈ സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയിൽ ഉണ്ടായിരിക്കും. ഏതൊരു കുട്ടി ജോയിൻ ആവാനായിട്ട് വിളിച്ചന്വേഷിച്ചു ഈ സയൻസ്, ബോട്ടണി, സുവോളജി ഏരിയ ഒക്കെ എങ്ങനെ ചെയ്യിക്കുന്നത്. അത് വിചാരിച്ചു ലാബ് ഉണ്ടാവും. ഈ നമ്മളുടെ ഈ സയൻസ് ഗ്രൂപ്പിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന പോലെ ബോട്ടണി, സുവോളജിക്കൊക്കെ ലാബ് നമുക്ക്. പക്ഷെ അതിനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. നമ്മളത് മോണ്ടിസോറി സ്കൂളിൽ ആ ഒരു ഏരിയ ഉണ്ടായിരിക്കും. അത് വലിയ എക്സ്പെരിമെന്റ് ഒന്നും അവർ ചെയ്യുമൊന്നുമില്ല. ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്, ഇപ്പം സ്പ്രൗട്ടിങ്, ഇത് സീഡ്സ് ഇട്ടിട്ട് അത് മുളപ്പിക്കുന്നത്, അതൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. അവർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതൊക്കെ നമുക്ക് ചെയ്യിക്കാം. ചെടി നടുന്നതും അതിന് വെള്ളം നനയ്ക്കണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെയാണ്, ഇത്രയുമൊക്കെയാണ് നമ്മളുടെ ഏരിയ വരുന്നത്. ഇത് തന്നെ മതി ഒരു കുഞ്ഞിന് അതിന്റെ കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ആകാനും മനസ്സിലാകാനും ഒക്കെ ആയിട്ട്. പിന്നെ വരുമ്പോ തന്നെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആവണമെന്നോ അങ്ങനെയോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ റെക്കോർഡും അസൈൻമെന്റും സർവേ റിപ്പോർട്ടും അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആയ ഈ പറയുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ റെക്കോർഡിൽ സൈനും സീലും കിട്ടും. അസൈൻമെന്റിൽ സൈനും സർവേ റിപ്പോർട്ടിലും ഇതുപോലെ തന്നെ സൈനും എല്ലാം വാങ്ങിയിട്ട് പോകാം. അതൊന്നും നിർബന്ധമായിട്ട് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതൊരു വാല്യൂ ആയിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് അല്ല, അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നില്ല അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കംപ്ലീറ്റ് ആയാലും അല്ലെങ്കിലും ക്ലാസ്സിന് വരാൻ പറ്റുന്നവര് ക്ലാസ്സിന് വരിക. കംപ്ലീറ്റ് ആണെങ്കിൽ വൈവ നേരിട്ട് അറ്റൻഡ് ചെയ്തിട്ട് പോകാം. ഇല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് വെക്കും. കാരണം ഇപ്പൊ 9ന്റെ ജസ്റ്റ് തീരാറാകുന്നേ ഉള്ളൂ. ഇനി 10ന്റെ കഴിയണം, എന്നിട്ട് നിങ്ങൾക്ക് തുടങ്ങുള്ളൂ. ഇനി മോഡ്യൂൾ 1 എത്ര പോർഷൻ കഴിയാനുണ്ട്? എന്റെ പോർഷൻ ഏതാ നിൽക്കുന്നത്? സെൽഫ് കൺസ്ട്രക്ഷൻ. എടുത്തിട്ടേ ഉള്ളൂ അല്ലെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 7th യൂണിറ്റും ഉണ്ട് 10th യൂണിറ്റും ഉണ്ട്. 7 ആണ് ഇത്തിരി തീരാൻ ബുദ്ധിമുട്ട്. സെൽഫ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10th യൂണിറ്റ് എടുക്കാം. അത് 2 ക്ലാസ്. 7 പക്ഷെ നമ്മൾ കുറെ നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്രാക്ടീസ് മീൻസ് പ്രിപ്പയർ ചെയ്തിട്ട് ലീഡ് ചെയ്യാട്ടോ. പിന്നെ മോഡ്യൂൾ 3 നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏജിനനുസരിച്ച് കുട്ടികളെ കൊണ്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കാവുന്ന രീതിയിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറയാ, ജഗ്ഗില് വാട്ടർ ഫിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ പൾസസ് സിറേൽസ് ഒക്കെ കണ്ടെയ്നറിലേക്ക് ഇടുന്നതും
അങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും. നമുക്കത് ക്ലാസ്സിലൊന്നും അങ്ങനെ കുട്ടികളൊന്നും ഇല്ലല്ലോ, അങ്ങനെ കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അത് കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷനും ആക്ടിവിറ്റീസും ആണ്. ഈ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. 5 ഏരിയയിൽ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടത്. ഓക്കെ, എത്ര പേര് വരുന്നുണ്ട് അറിയാമോ? 15. 14 14 പേരേ ഉള്ളോ? ഓക്കെ, ഞങ്ങളെല്ലാം ഡിസ്റ്റൻസ് അല്ലേ മാം, എല്ലാം 14 ജില്ലയിൽ നിന്നുള്ള ആൾക്കാരും പിന്നെ ഔട്ട് ഓഫ് കേരള. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, ഇതൊക്കെ തലേ ദിവസം വന്ന് സ്റ്റേ ചെയ്യാറൊക്കെ ഉണ്ട് പല ബാച്ചുകളിലും. മൃദുല തലേദിവസം വരുന്നുണ്ട്. ആണോ? മൃദുലയാണോ എനിക്ക് മെസ്സേജ് അയച്ചത്? ഓക്കെ, എന്താ പറയാ, താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം ചോദിച്ചുകൊണ്ട് അതോ എനിക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഹായിട്ടേക്കണേ. കിട്ടി അവിടെ തന്നെ കിട്ടി. പിന്നെ തേർഡ് ബാച്ചില് അവർക്ക് ആള് കൂടിയിട്ട് ഞങ്ങള് 2 ദിവസമായിട്ടാ വെച്ചേ. തേർഡ് ബാച്ചിലെ കുട്ടികൾക്കൊക്കെ മിസ് അപ്പാരറ്റസിന്റെ റെക്കോർഡ് കംപ്ലീറ്റ് ആ ഒരു പേജ്, അതായത് ആ റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ഒക്കെ ഇങ്ങനെ ചെറുതാക്കിയാണ് എഴുതിയേക്കണത്. പേജ് കറക്റ്റ് ആയിരുന്നു. അപ്പൊ പക്ഷെ അപ്പൊ ഇനി സബ്സ്ട്രാക്ഷനും അഡീഷനും പിക്ചർ ഒട്ടിച്ചു, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒന്നും ഒട്ടിക്കാൻ സ്ഥലമില്ല. എന്റെ ബുക്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വന്ന് എഴുതിക്കും. എനിക്കും ഏകദേശം ഒരു 10 പേജ് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ റെക്കോർഡ് എഴുതി കഴിഞ്ഞപ്പോ. പക്ഷെ നമുക്ക് ആദ്യം മറ്റേ മൈ കളക്ഷൻ ബുക്കിന് എടുത്തത് കൂടുതൽ പേജുള്ള ബുക്കായി, റെക്കോർഡ് ബുക്കായി പോയി. പക്ഷെ മാറി അത് കഴിഞ്ഞിട്ടാണ് അപ്പാരറ്റസിന് വാങ്ങിയത്. അപ്പൊ പേജ് കുറവാ കിട്ടിയത്. ശരി ശരി. ഇനി നിങ്ങളുടെ ടേം 2 എക്സാമിനേഷന്റെ ടൈം തന്നിട്ടുണ്ടോ? 2-ാം തീയതി ഡിസംബർ 2. ഡിസംബർ 2. ദാറ്റ് മീൻസ് ഈ മന്ത് തന്നെ ഞാൻ പോർഷൻസ് തീർക്കണം അല്ലേ? കുഴപ്പമില്ല, തീരും. ഇല്ലെങ്കിൽ വേറെ പേജിൽ ഒട്ടിച്ചാലും കുഴപ്പമുണ്ടോ? മുസിന മുംതാസ്. ഓക്കെ, മുംതാസ് പറയും. മുസിന പറഞ്ഞു വിളിച്ചാണ്. എത്ര പേജ് വേണ്ടി വരും? അല്ല, എനിക്ക് ആ മറ്റേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒട്ടിക്കാനായി ഇപ്പുറത്തെ പേജിൽ ഒട്ടിച്ചാൽ മതിയോ എന്ന് ചോദിക്കാനായിരുന്നു. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഹെഡിങ് ജസ്റ്റ് ടൈറ്റിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. ലെക്ചറിന്റെ കൂടെ ഉണ്ടോ? പിന്നെ അങ്ങനെ എഴുതി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ആക്ടിവിറ്റി ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് ബോർഡ് ഏതാണെന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ മതി. അപ്പം ഈ മാസം കൊണ്ട് നിങ്ങളുടെ ക്ലാസ് തീരും. പിന്നെ PG അല്ലേ ഉള്ളൂ? ഓക്കെ, വെരി ഗുഡ്. അപ്പം 8ന്റെ കോൺവെക്കേഷൻ നെക്സ്റ്റ് സാറ്റർഡേ. അപ്പൊ മിക്കവാറും നിങ്ങളുടെ 9ന്റെ കഴിയണം, 10ന്റെ കഴിയണം. പിന്നെ നിങ്ങളുടെ മിക്കവാറും ഡിസംബറിൽ എക്സാം കഴിഞ്ഞ്, ടേം എക്സാം കഴിഞ്ഞ് മെയിൻ എക്സാമിന്റെ ഡേറ്റ് കിട്ടിയോ? 10-ാം തീയതി. ഓക്കെ, പിന്നെ PGയുടെ ഡേറ്റും കൂടെ കിട്ടണം എക്സാമിന്റെ അല്ലേ? മോസ്റ്റ് പ്രോബബ്ലി ജനുവരി പകുതിയൊക്കെ ആവുമ്പോഴേക്കും എല്ലാം കഴിയുമായിരിക്കും. ജനുവരി ലാസ്റ്റോ ഡിസംബർ മന്തിലോ കോൺവെക്കേഷൻ കാണുമായിരിക്കും. മാം, ഈ PGയുടെ ക്വിറ്റ് ചെയ്താലോ എന്ന് ഒരു ആലോചന വരികയാണ് മാം. ഒട്ടും ക്ലാസ്സിൽ കയറാനൊന്നും പറ്റുന്നില്ല. നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല. PG നിങ്ങൾക്ക് വെറുതെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. PGയുടെ ക്വസ്റ്റ്യൻസും വളരെ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PG മാത്രമല്ല എല്ലാത്തിനും കേട്ടോ. ക്വസ്റ്റ്യന് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഓപ്ഷൻ വായിച്ചാൽ തന്നെ ഒരു ഐഡിയ കിട്ടും. ഇന്നിപ്പോ 9ന്റെ മെയിൻ എക്സാം ആണ്. PG അല്ല, ഡിപ്ലോമ പോർഷൻ. അങ്ങനെ PG ക്വിറ്റ് ചെയ്യണ്ട, ഇത്രയും ആയില്ലേ. അത് ഒന്ന് വെറുതെ കുറേ ഉണ്ടെന്നേ ഉള്ളൂ. വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാ. നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ റിവിഷൻ വയ്ക്കാം. അല്ല മിസ്, ഇതിൽ ഈ സെബീന ഒക്കെ മെയിൻ ഗ്രൂപ്പിലൊന്നും ഇല്ല. അവർക്കൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ അറിയണത്. മെയിൻ ഗ്രൂപ്പ് MT ഫെബ്രുവരി 11ന്റെ ഗ്രൂപ്പിലൊന്നും സെബീന 2 പ്രാവശ്യം അവർക്ക് നമ്മള് മെസ്സേജ് പാസ് ചെയ്തു. പക്ഷെ ഇതുവരെ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നും ഇല്ല. അത് ഒരു കാര്യങ്ങളും അറിയണില്ല. ഒഫീഷ്യൽ ഗ്രൂപ്പാണോ? നമ്മുടെ
ഇതിന്റെ മെയിൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമുക്ക് ഓരോ മെസ്സേജുകൾ വരുന്നത്, ഗ്രൂപ്പിൽ മെസ്സേജ് വരുമല്ലോ. നിങ്ങളുടെ PRO ആരാ? എന്റേത് രാജേശ്വരി ആയിരുന്നു. ഇപ്പൊ രാജേശ്വരി മാറി, ബാച്ച് മാറിയത് കാരണം രാജേശ്വരി മാറി. ഞാൻ രാജേശ്വരിക്ക് മെസ്സേജ് ഇട്ടു, നമ്പറൊക്കെ കൊടുത്തു. സെബീന വിളിക്കുകയും കൂടെ ചെയ്ത ആളാ, എന്നിട്ട് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. ആണോ? ഞാനത് പറയാട്ടോ. ഒരു കാര്യം ചെയ്താൽ മതി, സെബീന എനിക്ക് ഫുള്ള് നെയിം ഒന്ന് അയച്ചു തന്നാൽ മതി. എനിക്ക് വരുന്നുണ്ടോ ഈ സാറ്റർഡേ? ശനിയാഴ്ച വന്നിട്ടൊന്ന് കാണാമെന്നോർത്ത് ഞാൻ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ PGയുടെ ക്ലാസ്സും ഇതുപോലെ തന്നെ ഞാൻ PGക്ക് ഞാൻ ആദ്യമേ നമ്മളിതിന് എന്താ കോണ്ടാക്ട് ചെയ്തപ്പോ PGക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ടെക്സ്റ്റും PGയുടെ എല്ലാം വാങ്ങിച്ചു. എന്നിട്ട് PGയുടെ ഗ്രൂപ്പിലും ചേർത്തില്ല, PGയുടെ ക്ലാസ് തുടങ്ങിയത് പറഞ്ഞില്ല. 1.5 മാസം കഴിഞ്ഞ് 2 ആഴ്ച മുമ്പ് അറിഞ്ഞു. ഞാനത് കാരണം പിന്നെ ഞാൻ ചേരുന്നില്ല, നിർത്തി. എനിക്ക് പറ്റത്തില്ല, എല്ലാം കൂടെ ആയതുകൊണ്ട് അവന് പറ്റുന്നില്ല. ഞാനത് പിന്നെ ഇനിയിപ്പോ ഇത് കഴിയട്ടെ, എന്നിട്ട് ഇനി പതുക്കെ സമയമുള്ളപ്പോ പതുക്കെ എടുക്കാവുന്നു. PGയുടെ ഞാൻ ടെക്സ്റ്റ് ഒക്കെ വാങ്ങിച്ചു, ഓൾറെഡി എന്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോ കോഴ്സിന് വല്ല പിന്നെ ഒന്നുകൂടെ ഒന്ന് ചേർന്നാൽ മതി. ഇതിപ്പോ ഇത്രയും കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഈ സമയമാകുമ്പോ നമുക്ക് എല്ലാം കൂടെ ഒത്തിരി ലോഡായി. അപ്പൊ ഇതെല്ലാം തീർക്കേണ്ട പരിപാടിയും പിന്നെ അതും കൂടെ ആവുമ്പോ പാടാം. മാത്രമായിട്ട് ചേരാൻ പറ്റുമോ? PGയുടെ കോഴ്സ് മാത്രമായിട്ട്, ഡിപ്ലോമ അല്ലാതെ? നമ്മള് പക്ഷെ ഒരുമിച്ചാണ് വരുന്നത്. ഡിപ്ലോമ മാത്രമായിട്ട് ചേരാൻ പറ്റുമോ? PG ആണോ? പ്രത്യേകിച്ച് PG ആണോ? ഞാൻ ഈ പറഞ്ഞ ക്ലാസ്സിലൊന്നും കയറാറില്ല. ഇനി എല്ലാം മൊത്തത്തിൽ ഇരുന്ന് കണ്ടിട്ട് വേണം എക്സാം. ഞാനതല്ല ചോദിച്ചത്. ഡിപ്ലോമയുടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിപ്പം ഇതിന്റെ എക്സാം എല്ലാം കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഇതിന്റെ കിട്ടി കഴിഞ്ഞ് പിന്നെ നമുക്ക് ചേരാവോന്നാ ചോദിച്ചത് PG. അതെന്താ ഒരു പ്രശ്നം എന്നറിയോ? മോണ്ടിസോറിയുടെ സർട്ടിഫിക്കറ്റ് ഒറ്റ സർട്ടിഫിക്കറ്റ്. ഡിപ്ലോമ മാത്രമാണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, PG ആണെങ്കിൽ PG സർട്ടിഫിക്കറ്റ്. അപ്പൊ സബീന PGക്ക് പിന്നെ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ഇതുവരെ ഒരു ബാച്ചിലും കൊടുത്തിട്ടില്ല. അതും കൂടെ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ മാം ഉദ്ദേശിച്ചത്? അതായത് ഡിഗ്രി പഠിച്ച് ഈ നമ്മുടെ അതായത് പുതിയ ബാച്ചിന്റെ ഡിഗ്രി ഇതിന്റെ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും അല്ലേ? അതായത് നമ്മൾ മോണ്ടിസോറിയുടെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. ഡിപ്ലോമ ഇപ്പം സബീന ഇപ്പൊ ഡിപ്ലോമയുടെ ഇതിന് ജോയിൻ ചെയ്തു, PG കോഴ്സ് PG ആണ് ജോയിൻ ചെയ്തെങ്കിൽ മുഴുവൻ ഒരുമിച്ച്. അതായത് 2 പേപ്പർ അല്ലേ എക്സ്ട്രാ വരുന്നുള്ളൂ. 2 സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ളൂ. PG ആണെങ്കിൽ PG, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ. ഓക്കെ. അപ്പൊ എനിക്ക് ഇനി പറ്റില്ലേ ഇപ്പൊ PG ആയിട്ട് മാത്രം ചേരാൻ? അതൊന്ന് ചോദിച്ചു നോക്കാം. കാരണം പിന്നീട് PG എടുത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് സറണ്ടർ ചെയ്ത് ഒറ്റ സർട്ടിഫിക്കറ്റ് ആയിട്ട് പിന്നെ വാങ്ങേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ PG ടോപ്പിക്സ് അത്ര ബുദ്ധിമുട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് പോർഷൻസ് എടുക്കണമെങ്കിലും റിവിഷൻ വേണമെങ്കിൽ ഞാൻ തരാം. ഫുൾ പോർഷൻസിന്റെ റിവിഷൻ ക്ലാസ്സിൽ കയറിയിട്ട് എക്സാമിന് കയറിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത റിവിഷന് മാത്രം വരിക അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ക്ലാസ്സിൽ കയറൂ, സെമിനാർസ് എടുക്കൂ. കാരണം കുറെ പേര് സെമിനാർ എടുക്കുമ്പോൾ തന്നെ കുറെ ടോപ്പിക്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. ചുമ്മാ ഒന്ന് വായിച്ചു നോക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്തതാ. വായിച്ചു നോക്കുമ്പോ ഇത് ഇത്രയേ ഉള്ളോ, കുറെ കഥ എഴുതി വെച്ചേക്കണത്. ആകെ എന്താ വരുന്നത്? ഒരു സ്കൂളിലെ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, ഒരു സ്കൂളിലെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം, സ്കൂളും പാരന്റ്സും ആയിട്ടുള്ള റിലേഷൻ, സ്കൂളും പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻ, കുട്ടികളുടെ ഇമ്പോർട്ടൻസ്, ടീച്ചറിന്റെ ഇമ്പോർട്ടൻസ്, ടീച്ചറെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് സൂപ്പർവൈസർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ PGയുടെ ടോപ്പിക്സ്, വേറെ ഒന്നുമില്ല. അതേ അതിനകത്ത് വരുന്നുള്ളൂ. സ്കൂൾ എങ്ങനെ നല്ല രീതിയിൽ നടത്താം, ഔട്ട്കം ഒന്നേ ഉള്ളൂ. കുട്ടികൾ നല്ല ഒരു റിസൾട്ട്, കുട്ടികൾ വളരെ നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണം. എഡ്യൂക്കേഷന്റെ മെയിൻ ഗോള്. ഇത്രയും കാര്യങ്ങളാണ് PGയുടെ ടോപ്പിക്കിൽ വരുന്നത്. വേറെ ഒന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എടുക്കാൻ ഇഷ്ടമല്ല. മോണ്ടിസോറി മെത്തേഡിന്റെ ഒന്നും അതിനകത്ത് ഇല്ലല്ലോ. അത് കാരണം അതേ ഉള്ളൂ. നമുക്കൊരു ഡ്രൈ ആണ്, ഇറക്കം വരും. പിന്നെ അത്ര ഇൻട്രസ്റ്റിംഗ് ആക്കാനും അതിനകത്തില്ല. അതാണ് സെമിനാർ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പല കാര്യങ്ങളെയും റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് സെമിനാർ എടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും. അതുകൊണ്ട് PG സ്കിപ്പ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ PGയില് പ്രാക്ടിക്കൽ ബോർഡിൽ എഴുതിക്കലുണ്ട്. എന്താണ് നിവാസ്? ബോർഡിലൊക്കെ എഴുതിക്കോന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലിന് വരുമ്പോഴേ ബോർഡിൽ എങ്ങനെ എഴുതിക്കോന്ന് ഇല്ല, രീതിയിലുള്ള എന്താ പറയാ, മോണ്ടിസോറി മെത്തേഡിൽ പറഞ്ഞിട്ടില്ലേ, എല്ലാ ഫ്രീഡവും കുട്ടികൾക്ക് തരുന്നു, നിങ്ങൾക്ക് എല്ലാ ഫ്രീഡവും തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതെടുത്ത് ആക്ടിവിറ്റി ചെയ്യാം.
നമ്മളായിട്ട് ഒന്നും ഇടപെടുകയില്ല. അല്ല ചോദിച്ചാൽ വെച്ചാലേ ചിലരിങ്ങനെ 4 ലൈനിന്റെ വരച്ചിട്ട് നമ്മളിപ്പോ വയ്യൊക്കെ എങ്ങനെയാണ് 4 ലൈനിൽ വരയ്ക്കണത് അതും ചോദിച്ചത്. അങ്ങനെ എങ്ങനെ വല്ലതും ഉണ്ടോന്ന് ചോദിച്ചത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവിടെ നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ ഒരു ലോകം അവിടെ. ഒരു ഫുഡ് കൊണ്ടുവരണോ? എത്ര മണി വരെ ഉണ്ടാവും? നമുക്കിപ്പോ മെറ്റീരിയൽസ് കൂടുതലുണ്ട് പ്രത്യുഷ. അത് കാരണം ക്ലാസ് തുടങ്ങുന്ന മിക്കവാറും 10:30-10:30 അപ്പൊ അത് തീരാൻ ചിലപ്പോ 3 ഒക്കെ വരും. നിങ്ങൾക്ക് റിഫ്രഷ്മെന്റ് ഉണ്ട്, സ്നാക്സ് ഒക്കെ, പക്ഷെ ലഞ്ച് കരുതുന്നത് നന്നായിരിക്കും. ഓക്കെ മാം. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ PG സെമിനാർ എടുത്തിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ടും ഇപ്പം വൈവയ്ക്ക് വരുമ്പം എഴുതണം? അത് കുഴപ്പമില്ല. PG സെമിനാർ എടുത്തപ്പോ തന്നെ ടീച്ചർ അതിന്റെ ഏത് ടീച്ചറുടെ സമയത്താണോ എടുത്ത ടീച്ചർ അതിന്റെ മാർക്ക് ഇട്ടിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ റിപ്പോർട്ടാക്കി കയ്യിൽ വെക്കണം. ഞാൻ അതിനൊരു സമയം തന്നത് കാരണം എല്ലാ വർക്കും കൂടെ ഒത്തിരി അങ്ങ് ബേർഡൻ ആക്കണ്ടെന്ന് വിചാരിച്ച് റിപ്പോർട്ട് എഴുതി വെക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, മാർക്ക് ലിസ്റ്റിൽ സെമിനാർ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്, അതിൽ മാർക്കും ഇടും. എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ സെമിനാർ എന്താ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അധികം മാമിന്റെ ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന ക്ലാസ് സെമിനാറിന്റെ ഗണത്തിലാണോ വരുന്നത്? എന്റെ ക്ലാസ് PG സെമിനാർ എടുത്തിട്ടുണ്ടോ മൃദുല? ഉണ്ടെന്ന് തോന്നുന്നു ഇല്ല, അല്ലെ? PG ഞാൻ അശ്വതി മാമിന്റെ സെമിനാർ ആയിരുന്നു എടുത്തത്. ഞാൻ നമ്മുടെ ഡിപ്ലോമ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നൊക്കെ സെമിനാർ ആണോ എന്നാണ് മാം ചോദിച്ചത്. ഇല്ല, അതൊക്കെ നമ്മളുടെ ക്ലാസിന്റെ ഭാഗമാണ്. അവിടെ വാല്യൂ ചെയ്യലോ മാർക്കിടലോ ഒന്നും ഇല്ല കേട്ടോ. PG ക്ലാസ്സിൽ നിങ്ങൾ എടുക്കുന്ന സെമിനാറിന് മാർക്ക് ഇടും. മറ്റേത് നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം തരുന്നതാണ്. നിങ്ങളുടെ പബ്ലിക് സ്പീക്കിംഗ്, പ്രസന്റേഷൻ, അതൊക്കെ ഒന്ന് ഇംപ്രൂവ് ആകാനായിട്ട്, നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി ക്ലാസ്സുകളിൽ നമ്മൾ നിങ്ങൾ ക്ലാസ് ലീഡ് ചെയ്യൂ, നിങ്ങൾ ആ ടോപ്പിക് സെമിനാറായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കൂ എന്നൊക്കെ പറയണത്. ബാക്കി PG ക്ലാസ്സിൽ ചെയ്യുന്ന സെമിനാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളവിടെ വാല്യൂ ചെയ്യുന്നുണ്ട്. മാം അപ്പൊ എടുക്കാൻ പറ്റില്ലല്ലോ, ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എനിക്ക് പറ്റുന്ന സമയത്ത് പറ്റുന്നവരൊക്കെ എടുക്കൂ. പിന്നെ ക്ലാസ് കഴിയാറാകുമ്പോഴേക്കും ചിലപ്പോൾ എല്ലാവർക്കും സ്ലോട്ട് കിട്ടിയെന്ന് വരില്ല. പിന്നെ റെക്കോർഡ് കാണുന്നവർക്കും പറ്റില്ലല്ലോ. അപ്പൊ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക സെമിനാറിന് വേണ്ടിയിട്ട്. വൈവ സമയത്ത് അത് 2 മിനിറ്റ്സിൽ ബ്രീഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ക്ലാസ്സിൽ എടുക്കുമ്പോൾ തന്നെ നമ്മൾ മാർക്ക് ഇട്ട് പോകും. വൈവ ടൈമിൽ വൈവ സമയത്ത് വന്നിട്ട് അയ്യോ എനിക്കറിയില്ല, എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇച്ചിരി ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് എല്ലാവരോടും പറയാണ്, PGയുടെ സെമിനാർ എടുക്കാത്തവര് പ്രിപ്പയർ ചെയ്തൊരു ടോപ്പിക് ആ PG ടോപ്പിക്സിൽ നിന്ന് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്നിട്ട് വൈവയുടെ ടൈമില് 2 മിനിറ്റ്സ് ഒന്ന് ബ്രീഫ് ചെയ്യുക. പിന്നെ ഭയങ്കര ജെനുവൻ കേസാണ്, അവരെ കൊണ്ട് പറ്റിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പറയും ഒരു 2 ഡേയ്സിനുള്ളിൽ പ്രിപ്പയർ ചെയ്ത് വോയിസ് നോട്ട് എനിക്ക് അയക്കാം. അത്രേ അതിലേക്ക് പോകണ്ട. അത് അത്രയും പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഓർത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. വഴിയിൽ തന്നെ അതങ്ങ് ചെയ്തു പോയാൽ നന്നായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ്. സോ ഒരു സെഷനും കൂടെ ഞാൻ പ്രാക്ടിക്കലിന്റെ ഡെമോ വയ്ക്കും. ബാക്കിയുള്ള മെറ്റീരിയൽസ് എല്ലാം അന്ന് നമുക്ക് ചെയ്യാം. ടൈമും ഡേറ്റും അറിയിക്കാം. പിന്നെ വരുന്നവര് മാക്സിമം ട്രൈ ചെയ്യും വരാനായിട്ട്. ഓരോ ബാച്ച് കഴിയുന്തോറും വരണ അത് കുറഞ്ഞു വരും. പക്ഷെ വരാനുള്ള ദൂരത്തിന്റെ പ്രശ്നം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. റെക്കോർഡൊക്കെ പൊതിയുണ്ട്. വിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. എന്തെങ്കിലും നമ്മളൊന്നും പറയാറില്ല. ചോദിച്ചാണ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ല ചോദിച്ചു. ഞാൻ അന്ന് കവർ ഇതുവരെയും പോയിട്ടില്ല. 2017 എത്ര വർഷമായി. ഓക്കെ, അപ്പൊ നേരിട്ട് കാണാം. പിന്നെ ബാക്കി സെഷൻസ്, അടുത്ത പ്രാക്ടിക്കലിന്റെ സെഷൻസ് ഇതുപോലെ ഒരു ടൈം പറയാം, കൺവീനിയന്റ് ആയിട്ട് നിങ്ങളുടെ PG ക്ലാസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ. അപ്പൊ നേരിട്ട് വരുമ്പം PROനെ കണ്ട് സംസാരിച്ച് മറ്റേ ഗ്രൂപ്പിൽ ആഡ് ചെയ്യിക്കാം. ഇല്ലെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, എന്നാ അതിന്റെ PM
ഓക്കെ മാം. താങ്ക് യു മിസ്. താങ്ക് യു മാം.